നമസ്തേ, പുത്തൻപുലരിയിലേക്ക് സ്വാഗതം. ഞാൻ എം കെ വിനോദ്. ഞാൻ ദേവിക ബൈജു. ഇന്ന് ഒട്ടനവധി വാർത്തകളുണ്ട്. മാത്രവുമല്ല, മഴ മുന്നറിയിപ്പിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട്. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ശബരിമലയിൽ മഴ തുടരുന്നു. പിഞ്ചൽ ദുർബലമായെങ്കിലും തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച് മഴ. തമിഴ്നാട്ടിൽ 20 ജില്ലകളിൽ മുന്നറിയിപ്പ്. തിരുവിടാമലയിൽ ഉരുൾപൊട്ടലിൽ 8 പേർ കുടുങ്ങി. പുതുച്ചേരിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈകുന്നു. കണ്ണൂർ വളപട്ടണത്ത് വീട് കുത്തിത്തുറന്ന് 300 പവനും 1 കോടി രൂപയും മോഷ്ടിച്ച കേസിലെ പ്രതി കസ്റ്റഡിയിൽ. പിടിയിലായത് വീട്ടുടമസ്ഥൻ അഷ്റഫിന്റെ അയൽവാസി. പണവും സ്വർണവും പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. CPM ഏരിയ സമ്മേളനങ്ങളിൽ നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം. അഴിമതിയും ബാങ്ക് തട്ടിപ്പും ലൈംഗിക ആരോപണങ്ങളും ഉയർത്തി നവമാധ്യമങ്ങളിലും ചേരിപ്പോര്. പരസ്യ പോർവിളികളും കൂട്ടത്തല്ലും തടയുന്നതിൽ പരാജയപ്പെട്ട ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ അതേ ദിവസം തന്നെ നടത്തണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. പലരും ചേർന്ന് ഏകാദശി ഉത്സവത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ജനൻ ടിവിയോട്. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടരുന്നു. ധാക്കയിൽ ഭാരതീയനായ ഹിന്ദു യുവാവിനെ ആക്രമിച്ച ഇസ്ലാമിസ്റ്റുകൾ. ബംഗ്ലാദേശിലേത് ഹിന്ദു വംശഹത്യയെന്ന ഭാരതീയ വിചാര കേന്ദ്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിനെ തീവ്ര ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഡയറക്ടർ ആർ സജയൻ. ദേവിക രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയുടെ മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആ വാർത്തയിലേക്കൊക്കെ നമുക്ക് വരണം. ആദ്യം നമുക്ക് സന്നിധാനത്തേക്ക് പോയി വരാം. ശരണമെൻ്റെ അയ്യപ്പ. ശരണമെൻ്റെ അയ്യപ്പ പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ് ഡയമണ്ട് ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ് ഇൻ അസോസിയേഷൻ വിത്ത് GDS സുബാസന അഗർബത്തീസ്. ഇനി ആനന്ദം നിറയട്ടെ ഓരോ ആരംഭത്തിലും. മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. വ്രതശുദ്ധിയുടെ നാളുകളിൽ വീടെങ്ങും ഉയരട്ടെ മകരനക്ഷത്രങ്ങൾ. ആർഷ പ്യൂർ പൂജ പ്രൊഡക്ട്സ്. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ചക്കുളത്തുകാവിൽ പൊങ്കാല 2024 ഡിസംബർ 13 വെള്ളിയാഴ്ച. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിലും മഴ തുടരുകയാണ്. എന്നാലും സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് ഇന്നും അനുഭവപ്പെടുന്നത്. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉണ്ട്. അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, നമുക്കറിയാം സന്നിധാനം ശരണമന്ത്ര മുഖരിതമാണ്. പക്ഷേ അവിടെ മഴ തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പെല്ലാം നൽകിയിരുന്നു. പമ്പയിലേക്ക് ഈ രാത്രികാലങ്ങളിൽ ഭക്തജനങ്ങൾ കുളിക്കാൻ ഇറങ്ങരുത്, അങ്ങനെ നിരവധി മുന്നറിയിപ്പുകളാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ അവിടുത്തെ അവസ്ഥ എന്താണ്?
സ്വാമി ശരണം, സന്നിധാനത്ത് നല്ല ഭക്തജന തിരക്കുണ്ട്. കാരണം കഴിഞ്ഞ 2 ദിവസം അവധിയായിരുന്നുവെങ്കിൽ പോലും മഴ കാരണം വലിയ ഭക്തജന തിരക്കുണ്ടായിരുന്നില്ല. ഇന്നലെ 66,000 പേർ മാത്രമാണ് സന്നിധാനത്തേക്ക് ദർശനത്തിലേക്കായി എത്തിയത്. അത് വെർച്വൽ ക്യൂ വഴിയും അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് നടത്തി എത്തിയവരാണ്. 66,000 പേരാണ് ഇന്നലെ ദർശനത്തിനായി എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് രാവിലെ മുതൽ തന്നെ നല്ല ഭക്തജന തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ രാവിലെ ഇവിടെ നിൽക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ഫ്ലൈ ഓവർ വഴി ഭക്തജനങ്ങൾ വരുന്ന അയ്യപ്പസ്വാമിമാർ വരുന്നതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. നല്ല വിജനമായിരുന്നു. നമ്മൾ ഈ ഏറ്റവും അവസാനവും കാണുന്ന 2 ട്രാക്കിൽ അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നത് പോലുമില്ല. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ശക്തമായ മഴ ഈ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്, സന്നിധാനം പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ തീവ്രതയിലുള്ള മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ സന്നിധാനത്ത് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് സന്നിധാനം പരിസരത്ത് മഴ ആരംഭിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വഴുതക്കടവ് മുതൽ പമ്പ വരെയുള്ള പരമ്പരാഗത കാനനപാതയിലൂടെ കാൽനട തീർത്ഥാടനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി വന്ന തീർത്ഥാടകരെയൊക്കെ തന്നെ മടക്കി അയക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പമ്പയിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നവരുടെ കാര്യത്തിലും പോലീസ് ഇപ്പോൾ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും അവർ പറയുന്നതിൻ്റെ ഒരു കാരണം മലയ്ക്ക് മുകളിൽ വനത്തിനുള്ളിൽ മഴ തുടരുന്നത് കൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഒരു മലവെള്ളപ്പാച്ചിൽ ക്ഷമിക്കണം ഒരു മഴവെള്ളപ്പാച്ചിൽ യെസ്, അത് തന്നെയാണ്. അവിടെ മഴ തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, മഴ ശക്തമാവുകയാണെങ്കിൽ കാനനപാത വഴിയുള്ള യാത്രയിൽ അടക്കം ചില നിയന്ത്രണങ്ങൾ വരുമെന്നുള്ള സൂചനകളാണോ പുറത്തേക്ക് വരുന്നത് അഖിൽ? മാത്രവുമല്ല, അവിടെ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണല്ലേ? ഇപ്പോഴും കാലാവസ്ഥ അനുകൂലമെന്ന് പറയാൻ സാധിക്കില്ല ദേവിക. ഇപ്പോഴും ഒരു ചാറ്റൽ മഴ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ്. ഇന്നലെ നടയടച്ച് വയ്ക്കുന്ന 11 മണിക്ക് ശേഷം ഏകദേശം ഒരു 11:30 മഴയ്ക്ക് ഒരു ശമനമുണ്ടായിരുന്നു. അതിനു പിന്നാലെ രാവിലെ നട തുറക്കുന്ന 3 മണിയോടുകൂടി തന്നെ വീണ്ടും മഴ ആരംഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും സന്നിധാനത്ത് ഇപ്പോൾ മഴ തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് പോലെ ഇന്നലെയൊക്കെ നമ്മൾ കാണിച്ചതാണ് ഈ 18-ാം പടി കയറി വരുന്ന ആൾക്കാരുടെ കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന ഒരു കുറവ്. പക്ഷെ ഇന്ന് ശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഭക്തജന തിരക്ക് ഉണ്ടാകുന്നത്. എന്തായാലും സന്നിധാനത്ത് ചില ക്രമീകരണങ്ങൾ കൂടി മഴ കാരണം ഏർപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രധാനമായും സുരക്ഷ തന്നെയാണ്. കാരണം പമ്പയിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്ന കാര്യത്തിൽ ഒരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാനനപാതയിലൂടെയും അതുപോലെ തന്നെ എരുമേലി വഴിയും പുൽമേട് വഴി വരുന്നതിലൊക്കെ തന്നെ ഒരു ക്രമീകരണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതീവ ജാഗ്രതയോടുകൂടിയാണ് പോലീസ് സേനാംഗങ്ങളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും മറ്റു അധികൃതരും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ ശബരിമല സന്നിധാനത്തേക്ക് ഒരു നല്ല തിരക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഭക്തജനങ്ങൾ മുന്നോട്ട് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ക്രമാതീതമായ ഒരു തിരക്ക് അങ്ങനെ പറയത്തക്കയില്ല എങ്കിൽ പോലും സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള ഒരു തിരക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് കാണുന്നത് പോലെ തന്നെ കുഞ്ഞുമാളികപ്പുറങ്ങൾ അടക്കം റെയിൻകോട്ട് അടക്കം ധരിച്ച് സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് സന്നിധാനം. ശരണമന്ത്രങ്ങളാൽ ഭക്തിനിർഭരമായിട്ടാണ് സന്നിധാനത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിൽ പോലും സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തജനങ്ങളുടെ ഈ മഴ കാരണമുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞങ്ങളോട് ഇന്നലെ സംസാരിച്ച ചില അമ്മമാരൊക്കെ അടക്കം പറയുന്നുണ്ട് പമ്പയിൽ നിന്ന് കയറുന്ന മുതൽ തന്നെ ഈ മഴ കാരണം കയറി വരുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായാലും അതീവ ജാഗ്രതയോടുകൂടി അതീവ സുരക്ഷകളോടുകൂടി തന്നെയാണ് സേനാംഗങ്ങൾ ഭക്തജനങ്ങളെ സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മളോട് ഇപ്പോൾ സന്നിധാനത്തിന്റെ ചുമതലയുള്ള ജോയ് സാറാണ്. പക്ഷെ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം നമ്മളുടെ ഓഫ് ദ റെക്കോർഡ് അദ്ദേഹം പറഞ്ഞതാണ് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണ വിധേയമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ
വനത്തിനുള്ളിലോ അതുപോലെ തന്നെ കാനനപാതയ്ക്കുള്ളിലോ ഏതെങ്കിലും അയ്യപ്പ ഭക്തർ കുടുങ്ങിയാൽ അതിവേഗം അവരെ എത്തിക്കാനുള്ള പൂർണ്ണമായ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും നേരത്തെ നമ്മളോട് അദ്ദേഹം സംസാരിച്ചിരുന്നു. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ ഒരു തിരക്ക് സമാധിതമായി വർദ്ധിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദേവിക, എന്തായാലും ശബരിമല സന്നിധാനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഭക്തിനിർഭരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭക്തിയോടുകൂടി തന്നെ ഓരോരുത്തർ 18-ാം പടി കടന്നു കയറി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ദേവിക, തന്നെയാണ് അവിടെ മഴ പെയ്യുന്നുണ്ട്, എന്നാലും ഇനി പനിക്കാലം കൂടിയാണ് വരുന്നത് അല്ലേ വിനോദ്? അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തരും വളരെ ജാഗ്രതാപൂർവം സ്വയരക്ഷയും കൂടി എടുത്തതിന് ശേഷം വല കയറാൻ ശ്രദ്ധിക്കണമെന്ന് കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അഖിൽ പാലോട്ട് മഠമാണ് അവിടെ. മഴയുടെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അയ്യപ്പ ഭക്തർ അതൊന്നും ഒരു പ്രയാസമായി കാണുന്നില്ല. അയ്യനെ കണ്ട് ദർശിക്കാൻ വേണ്ടി അവരെല്ലാ പ്രയാസങ്ങളും സഹിച്ച് മല ചവിട്ടി വരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇനിയും സന്നിധാനത്തെ മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. ഫോട്ടോഗ്രാഫിയിൽ നിന്നും ജീവിതത്തിന് തുടക്കമിട്ട ശബരിമലയിലെ കീഴ്ശാന്തിയെ പരിചയപ്പെടാം. ശ്രീകാര്യം സ്വദേശി എസ് കൃഷ്ണൻ പോറ്റിയാണ് അയ്യപ്പൻ്റെ സേവകരിൽ ഒരാളായി ഇന്ന് ശബരിമലയിലുള്ളത്. കുട്ടിക്കാലം മുതൽക്കേ ഫോട്ടോഗ്രാഫിയോടായിരുന്നു കൃഷ്ണൻ പോറ്റിക്ക് പ്രിയം. ഇന്നും തൻ്റെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞ ചിത്രങ്ങൾ മനസ്സിലോർക്കുകയാണ് അദ്ദേഹം. സ്കൂൾ പഠനകാലത്ത് തന്നെ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് തിരിഞ്ഞ കൃഷ്ണൻ പോറ്റി ഏറെക്കാലം ആ മേഖലയിൽ പ്രവർത്തിച്ചു. കുഞ്ഞുനാളിലെ എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് തന്നെ എനിക്ക് ഫോട്ടോഗ്രാഫിയോട് അതിയായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ എൻ്റെ തൊട്ടടുത്തൊരു ശ്രീകാര്യത്തൊരു ബാബു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ NN ബാലകൃഷ്ണൻ ചേട്ടനും അതുപോലെ ബാബു അണ്ണാണ് എൻ്റെ ഗുരു. അങ്ങനെ ആ സ്റ്റുഡിയോയിൽ പോയി അങ്ങനെ വർക്ക് പഠിച്ച് അങ്ങനെയാണ് ഞാൻ ഫോട്ടോഗ്രാഫി ഫീൽഡിലോട്ട് ഞാൻ വരുന്നത്. ഫോട്ടോഗ്രാഫിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് വരുന്നത്. ഒപ്പം ഈശ്വരീയ കാര്യങ്ങളിലും അദ്ദേഹം മുഴുകിയിരുന്നു. പൂജാതി കർമ്മങ്ങൾ പഠിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ സേവനമനുഷ്ഠിച്ചു. കണ്ണാടി അന്നപൂർണേശ്വരി ക്ഷേത്രം, ശംഖുമുഖം, മണക്കാട്, പുത്തൻചന്ത, ശ്രീവരാഹം, ആനയറ തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിരുന്നു. ഇന്ന് ശബരിമലയിലെ കീഴ്ശാന്തിയായുള്ള നിയോഗം ഏറെ സൗഭാഗ്യമായാണ് കൃഷ്ണൻ പോറ്റി കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ വളരെ അധികം പറയാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് നമ്മൾ അയ്യപ്പസ്വാമിയുടെ നടയിൽ ഒന്ന് വരിക, അല്ലെങ്കിൽ ആ നടയിൽ ഒന്ന് കാലുകുത്തുക എന്നുള്ളത്. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് ആ നടയിൽ ഒന്ന് കയറാനുള്ള സൗഭാഗ്യം ഉണ്ടായി. വളരെയധികം സന്തോഷം. ഭാര്യ ശ്രീജാദേവി, മക്കൾ അനന്തകൃഷ്ണൻ, ദേവകൃഷ്ണൻ, ഹരികൃഷ്ണൻ എന്നിവരാണ് കുടുംബാംഗങ്ങൾ. ഭാര്യയുടെ നിർദ്ദേശപ്രകാരമാണ് കൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് അപേക്ഷ നൽകുന്നത്. അത് ദൈവഹിതം പോലെ തന്നെ സംഭവിച്ചു. ഇന്ന് കാനനവാസനായ സ്വാമി അയ്യപ്പനരികെ എത്താൻ സാധിച്ചതിൽ അതിയായ സന്തോഷത്തിലാണ് ഇദ്ദേഹം. ജനം, സന്നിധാനം. ഇത്രയും നേരം ഭക്തിസാന്ദ്രമായ അല്ലെങ്കിൽ സന്തോഷ വാർത്തകളാണ് നമ്മൾ പങ്കുവച്ചത്. പക്ഷേ ഇനി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അത്ര സന്തോഷമുള്ളൊരു വാർത്തയല്ല. മിന്നൽ പ്രളയത്തിൽ മുങ്ങി പുതുച്ചേരി നഗരം. വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലും കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ്. തമിഴ്നാട് തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ 8 പേർ കുടുങ്ങിക്കിടക്കുന്നു. ചുഴലിക്കാറ്റ് വൈകാതെ ന്യൂനമർദ്ദമാകും. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ ഫിൻജാൻ ചുഴലിക്കാറ്റ് ഏതാണ്ട് ശക്തി കുറയുന്നു എന്ന് പറയുമ്പോഴും തമിഴ്നാട്ടിലെ അവസ്ഥ വിപരീതമായി തുടരുകയാണോ? കാരണം അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു, മാത്രമല്ല 8 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഇവരെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ സജീവമാണോ? ദേവിക, തീർച്ചയായും ശക്തമായ ഒരു മഴയാണ് തമിഴ്നാട്ടിലുടനീളം ലഭ്യമാകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്വാഭാവികമായും ഇത്ര ശക്തമായ ന്യൂനമർദ്ദവും ചുഴലിക്കാറ്റും ഉണ്ടാകുമ്പോൾ മേഖലയിൽ മഴ തുടരുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ മഴ ശക്തമായി തുടരുന്നു എന്ന വിവരം തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ജില്ലകളിൽ, അതായത് 15ഓളം ജില്ലകളിൽ ശക്തമായി മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. അത് ശക്തമായി തുടരുകയുമാണ്. നിരവധി ജില്ലകളിൽ ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ നിയന്ത്രണങ്ങളുടെ ഭാഗമായി സ്കൂളുകൾ അവധി പ്രഖ്യാപിക്കുകയും അത്തരത്തിലുള്ള മുൻകൂർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ തിരുവണ്ണാമലയിലെ വലിയൊരു ഉരുൾപൊട്ടലിന്റെ സാധ്യത, തീർച്ചയായും ഉരുൾപൊട്ടൽ ഉണ്ടായ സംഭവ വികാസം ഉണ്ടായിട്ടുണ്ട്. അതിൽ 8ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരുവണ്ണാമലയിൽ അതിശക്തമായ ഉരുൾപൊട്ടലാണ് ഉണ്ടായത് എങ്കിൽ
ഉണ്ടായതെങ്കിൽ കൂടി ആൾനാശം കാര്യമായി ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാര്യമായ ഒരു ഉരുൾ വന്ന ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ന്യൂനമർദ്ദം ഇപ്പോൾ മണിക്കൂറുകൾക്കകം അതിതീവ്ര ന്യൂനമർദ്ദമായി പരിണമിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടുകൂടി ഈ ആശങ്ക ഒരു 24 മണിക്കൂറിനുള്ളിൽ ഒഴിവാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം നമുക്കറിയാവുന്നതാണ് ശക്തമായ മഴവെള്ളത്തിൽ അല്ലെങ്കിൽ മഴപ്പെയ്ത്തിൽ കാര്യമായ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും പല മേഖലകളിലും വൻതോതിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് വകയില്ല എങ്കിൽ കൂടി ശക്തമായ മഴ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്ന ദുരന്ത നിവാരണ നടപടികൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയാണ്. ഇത്തരത്തിൽ മഴ സംബന്ധിച്ച വാർത്തകളാണ്. തമിഴ്നാട്ടിൽ വളരെ മഴ തീവ്രമായി തുടരുന്നു. സംസ്ഥാനത്തും മഴയുടെ തീവ്രതയൊക്കെ ഉണ്ട്. ആ വാർത്തയിലേക്ക് ഒക്കെ നമുക്ക് വരേണ്ടത്. തമിഴ്നാട്ടിലെ മഴയുടെ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് സംസ്ഥാനത്തേക്ക് വരാം. സംസ്ഥാനത്ത് മഴ കാരണം വിവിധ ജില്ലകളിൽ അവധിയൊക്കെയുണ്ട്. അപ്പോൾ മഴ ജാഗ്രത കേരളത്തിലുമുണ്ട്. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട് ഉള്ളത്. പത്തനംതിട്ടയിൽ ശക്തമായ മഴ തുടരുകയാണ്. നീരൊഴുക്ക് ശക്തമായതിനാൽ ശബരിമല തീർത്ഥാടകർ മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ പമ്പാ നദിയിൽ ഇറങ്ങരുത് എന്നും നിർദ്ദേശങ്ങൾ ഉണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി, പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി, കോഴിക്കോട് നിന്ന് അനഘ ഹർഷൻ എന്നിവർ ചേരുന്നു. ആദ്യം നമുക്ക് ശാലിനിയിലേക്ക് പോകാം. ശാലിനി, തിരുവനന്തപുരത്ത് മഴ ഇപ്പോൾ രാവിലെ അത്ര വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. പക്ഷേ മറ്റു പല ജില്ലകളിലും മഴ രാവിലെ തന്നെ മഴയുണ്ട്. സന്നിധാനത്ത് മഴയാണ് എന്നുള്ളത് അഖിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റു വിവരങ്ങൾ ശാലിനി. വിനോദ, ദേവിക, നമസ്തേ, ഗുഡ് മോർണിംഗ്. തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ മഴ ഈ മണിക്കൂറിൽ ഇല്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായി നിലനിൽക്കുന്നത്. അതേസമയം തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള ജാഗ്രത സംസ്ഥാനത്ത് ഉടനീളം നൽകുന്നതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്ക് നൽകുകയാണ്. ഇന്നിപ്പോൾ അലേർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലയ്ക്ക് മാത്രമാണ് കാര്യമായ മഴ മുന്നറിയിപ്പ് നൽകാത്തത്. പക്ഷേ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കൂടാതെ എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കും പാലക്കാട് ജില്ലയിലും ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇതിൽ ഏറ്റവും ആശങ്കാജനകമായ ഒരു സാഹചര്യം നിൽക്കുന്നത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ്. ഈ ജില്ലകളിലൊക്കെ ഇന്ന് കാര്യമായ മഴയ്ക്കുള്ള അതിശക്തമായ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പായ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കാര്യമായ മഴ വരുന്ന 4-ാം തീയതി വരെ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വേണ്ട സജ്ജീകരണങ്ങൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി സ്വീകരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ടുള്ള മഴ, ആ മഴയുടെ ഭാഗമായിട്ടും ഒപ്പം തന്നെ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായിട്ടുമാണ് സംസ്ഥാനത്തും ഇപ്പോൾ മഴ ശക്തമാകുന്നത് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ മുന്നറിയിപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഘട്ടത്തിൽ പുറപ്പെടുവിക്കുകയാണ്. ഈ 4 ജില്ലകളിൽ റെഡ് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപക്ഷെ കാര്യമായ ജില്ലകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഒരു 10 മണിയുടെ അലേർട്ടോടുകൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി 10 മണിക്കാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുതുക്കിയ മഴ മുന്നറിയിപ്പ് നൽകാനിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് തലസ്ഥാന ജില്ലയെ അടക്കം സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഒരു ആശങ്ക ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ അടക്കം ഉണ്ടാകാനുള്ള സാധ്യത ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും മുന്നിൽ കാണുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അത്തരം ജില്ലകൾക്ക് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അവധിയിലൊക്കെ തന്നെ തുടരുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ അവധി ഉപേക്ഷിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കണമെന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി അടക്കമുള്ളവർ നൽകിയിട്ടുണ്ട്. കാരണം അത്തരത്തിൽ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് അത്തരത്തിൽ സർക്കാർ തലത്തിൽ നടപടികൾ ശക്തിപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ തീരദേശ മേഖലകൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. മണിക്കൂറിൽ 30 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ ജില്ലകൾക്കും ഒപ്പം തന്നെ തീരമേഖലകൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകുകയാണ്. 4-ാം തീയതി വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പാടില്ല എന്നുള്ളതാണ് മുന്നറിയിപ്പ്. 5-ാം തീയതി വരെ ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ പോകരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ മുന്നറിയിപ്പുകൾക്കൊപ്പം തന്നെ കൺട്രോൾ റൂമുകൾ എല്ലാ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾക്ക് സർക്കാർ ഔദ്യോഗികമായി രൂപം നൽകിയിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന
ഘട്ടങ്ങളിൽ കൺട്രോൾ റൂമുകളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ള കൂടി ചേരുന്നുണ്ട്. മിഥുൻ, കണ്ണൂരിലും ഇന്ന് അവധിയാണല്ലോ, അവിടെയുള്ള അവസ്ഥ എന്താണ്? മഴ ഉണ്ടോ? ശക്തമായ മഴയാണോ ഉള്ളത്? അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ പോകുന്നു? ദേവിക, വലിയ മഴയുണ്ടാകുമെന്നും മലയോര മേഖലയിൽ ഉൾപ്പെടെ ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നൊക്കെ ഒരു അറിയിപ്പാണ് കണ്ണൂർ ജില്ലയിൽ ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ കണ്ണൂരിൽ മഴയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇന്നലെ അർദ്ധരാത്രി ഏതാണ്ട് 12 മണി സമയത്ത് മഴ പെയ്തതല്ലാതെ പിന്നീട് വലിയ മഴയോ അല്ലെങ്കിൽ ഒരു ശക്തമായ കാറ്റോ ഒന്നും തന്നെ കണ്ണൂർ ജില്ലയിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നിരവധി നിയന്ത്രണങ്ങളാണ് ജില്ലാ ഭരണകൂടം ഏർപ്പാടാക്കിയിരിക്കുന്നത്. കടലിൽ പോകുന്നവരോട് ഉൾപ്പെടെ ശ്രദ്ധ ചെലുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ശക്തമായ മഴ പെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളോട് മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അത് പകല് തന്നെ ഇത്തരത്തിലൊരു മാറി താമസിക്കുന്ന രീതിയിലേക്ക് പോകണം. മഴ പെയ്ത് രാത്രിയിലൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങരുതെന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അവധി പ്രഖ്യാപിച്ചത് ഏതാണ്ട് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സാധാരണഗതിയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മറ്റ് ജില്ലകളിൽ വളരെ പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയും തുടർ നടപടികളിലേക്ക് അവിടുത്തെ ജില്ലാ ഭരണകൂടം പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഈ ഇത്തരമൊരു അറിയിപ്പ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. മുൻ നിശ്ചയ പ്രകാരമുള്ള പൊതുപരീക്ഷകൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുകയില്ല എന്നും ഈ അറിയിപ്പിൽ പറയുന്നുണ്ട്. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാനുള്ള കാര്യങ്ങൾ അതത് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ കൈക്കൊള്ളണമെന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ കളക്ടർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി പെയ്ത മഴയല്ലാതെ പിന്നീട് കണ്ണൂർ ജില്ലയിൽ ഒരു ശക്തമായ മഴയോ കാറ്റോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ദേവിക, വിനോദിന് പത്തനംതിട്ടയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മിഥുൻ മുരളി അവിടെ നിന്ന് ചേരുന്നുണ്ട്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായി ഇപ്പോൾ മഴ തുടരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, സന്നിധാനത്ത് മഴയുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ അവസ്ഥ എന്താണ് മിഥുൻ മുരളി? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണല്ലോ. ഇന്നലെ പകലുമെല്ലാം ഇടവിട്ടുള്ള ശക്തമായ മഴയായിരുന്നു ജില്ലയുടെ വിവിധ മേഖലകളിൽ ലഭിച്ചത്. വനമേഖലയിലും നദികളുടെ വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം മഴ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ജാഗ്രതാ മുന്നറിയിപ്പ് പത്തനംതിട്ട ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. നദികളിൽ കുളിക്കാനിറങ്ങുകയോ നദികൾ മുറിച്ചു കിടക്കുന്നതിനോ ഉള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല തീർത്ഥാടകർക്ക് ശബരിമല മേഖലയിൽ അടുത്ത 4 ദിവസം വരെ മഴ തുടരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ പമ്പ, നിലയ്ക്കൽ തുടങ്ങിയ മേഖലകളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പമ്പയിലും നിലയ്ക്കലും 2 സെന്റിമീറ്റർ വരെ മഴയും മണിക്കൂറിൽ 2 സെന്റിമീറ്റർ വരെ മഴയും 40 കിലോമീറ്റർ വേഗത്തിൽ കാറ്റും വീശുന്നതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഒപ്പം ഈ മേഖലയിൽ ഇന്നലെ വൈകിട്ടും ശക്തമായ മഴ ലഭിച്ചിരുന്നു. അതുകൊണ്ട് പമ്പാ നദിയിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നദികളിലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള നദികളിൽ തീർത്ഥാടന പാതയിലെ നദികളിലൊന്നും തീർത്ഥാടകർ ഇറങ്ങരുതെന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിൽ മാറ്റം വരുന്നതുവരെ ഈ ജാഗ്രതാ മുന്നറിയിപ്പ് തുടരും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. പമ്പാ നദിയുടെ വിവിധ ഭാഗങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായിട്ട് ജലസേചന വകുപ്പും പോലീസും അഗ്നിരക്ഷാ സേനയും മുഴുവൻ സമയ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട്. പമ്പാ നദിയുടെയും കക്കയാറിന്റെയും സംഗമിക്കുന്ന പമ്പ ത്രിവേണി സംഗമ ഭാഗത്ത് ജലനിരപ്പ് ഉയരുകയാണ്. ഈ ഭാഗത്ത് കക്കി നദിയിൽ നിന്നും കലങ്ങിയ വെള്ളവുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ത്രിവേണി ഭാഗത്തുള്ളതും ഒപ്പം ആറാട്ടുകടവിലുമുള്ള തടയണകൾ തുറന്നു വിട്ടുകൊണ്ട് ഈ ഭാഗത്തെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും ജലസേചന വകുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നു. നിരീക്ഷണവും ശക്തമാണ്. പമ്പ, നിലയ്ക്കൽ മേഖലകളിലെല്ലാം മുഴുവൻ സമയ നിരീക്ഷണം ജലസേചന വകുപ്പിന്റെയും പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും എല്ലാം പ്രത്യേക സംഘം നിരീക്ഷണവുമായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. മറ്റ് വനമേഖലകളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ വൈകിട്ടുമെല്ലാം മഴ ശക്തമായിരുന്നു. അത്തിക്കയം, പെരിനാട്, ലാഹ,
സീതത്തോട് തുടങ്ങിയ മേഖലകളിലൊക്കെ ശക്തമായ മഴയാണ് ലഭിച്ചത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മേഖലകളാണ് സീതത്തോട്, അത്തിക്കയം, കോന്നി തുടങ്ങിയ മേഖലകളിലുള്ള സ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലടക്കമുള്ള ഭീഷണികൾ നേരിടുന്ന മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. വരും മണിക്കൂറുകളിൽ മഴ കനക്കുകയാണെങ്കിൽ കാനനപാത വഴിയുള്ള സഞ്ചാരത്തിലും നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ശക്തമായ മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇടവിട്ടുള്ള മഴയാണ്. രാവിലെ നഗരത്തിൽ അന്തരീക്ഷം മേഘാവൃതമാണ്. മഴ കനക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് മുന്നറിയിപ്പും നിലനിൽക്കുകയും ചെയ്യുന്നത്. ജില്ലയിലെ മുഴുവൻ പ്രൊഫഷണൽ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള അങ്കണവാടി മുതലുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന 4 ദിവസങ്ങളിൽ പമ്പ, നിലയ്ക്കൽ ഉൾപ്പെടെയുള്ള ശബരിമല തീർത്ഥാടന പാതയിലെ വിവിധ മേഖലകളിൽ മഴ ശക്തമാകാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നിരീക്ഷണവും ഈ മേഖലകളിലെല്ലാം തന്നെ ശക്തമാക്കിയിരിക്കുകയാണ്. ജില്ലയുടെ മറ്റ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മറ്റു മേഖലകളിലെല്ലാം ഇടവിട്ടുള്ള മഴയുമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് കൂടി ഒന്ന് പോയി വരേണ്ടതുണ്ട്. അനഘ അവിടെ കാത്തു നിൽക്കുന്നു. അനഘ, കഴിഞ്ഞ ദിവസം കോഴിക്കോട് വലിയ മഴയായിരുന്നു, പക്ഷേ ഇന്ന് കാലാവസ്ഥ അനുകൂലമായി നിൽക്കുകയാണല്ലേ അവിടെ? മഴയാണ് ഈ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. ഈ മഴയിൽ മിഠായി തെരുവ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നീട് മഴ തോർന്നതോടെ ഈ വെള്ളം ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി ഇടവിട്ടുള്ള അതിശക്തമായ മഴയാണ് ഉണ്ടായിട്ടുള്ളത്. ആ മഴയിൽ തന്നെ കോഴിക്കോട് നഗരത്തിലെ വിവിധ ഓടകളിലും റോഡിലും ഒക്കെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഓട വൃത്തിയാക്കുന്നതടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊന്ന്, ഈ മലയോര മേഖലയിലേക്ക് അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും അതിശക്തമായ മഴ തുടരുന്നുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് തുടരുന്നത്. മറ്റ് ഇന്നലെ ചില ഭാഗങ്ങളിൽ, ഇന്നലെ കൊല്ലം കൊയിലാണ്ടി പോലുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള കാറ്റ് അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മറ്റ് നാശനഷ്ടങ്ങളോ അനിഷ്ട സംഭവങ്ങളോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മറ്റൊന്ന്, ഈ ബീച്ച് സൈഡ് അല്ലെങ്കിൽ കടലോ തീരപ്രദേശങ്ങളിലൊക്കെ തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ബീച്ച് പരിസരത്തൊക്കെ തന്നെ ആളുകൾക്ക് ഇറങ്ങുന്നതിനും മറ്റുമൊക്കെ കനത്ത നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്ത് താമസിക്കുന്നവർക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മത്സ്യബന്ധനത്തിന് പോകാനുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ചെറിയ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. അന്തരീക്ഷം ശാന്തമാണ്. അതിശക്തമായ മഴ ഇല്ല. എന്തായാലും അതിശക്ത മഴ മുന്നറിയിപ്പാണ് കോഴിക്കോട് ജില്ലയിൽ, അതായത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടും ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ല. എന്തുകൊണ്ട് അവധി പ്രഖ്യാപിക്കുന്നില്ല എന്നൊരു കളക്ടറുടെ പേജിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് കമന്റ് ബോക്സിൽ നിറയെ കമന്റുകൾ വരുന്നുണ്ട്. എന്തായാലും നിലവിൽ കോഴിക്കോട് അന്തരീക്ഷം ശാന്തമാണ്. അതിശക്തമായ മഴ ഇല്ല. കോഴിക്കോട് ആശ്വാസമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടതുണ്ട്. ശാലിനിക്കും ഒരുപാട് സന്ദേശങ്ങൾ കമന്റ് ബോക്സിൽ വരുന്നുണ്ട്, അന്വേഷണങ്ങൾ വരുന്നുണ്ട്. മാത്രവുമല്ല അവിടെ ശക്തമായ കാറ്റ് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ശാലിനിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ചില പ്രേക്ഷകർ. പക്ഷേ അതിലൊന്നും ഒരു കുലുക്കവുമില്ലാതെ വളരെ സ്ട്രോങ് ആയിട്ട് ശാലിനി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ അവസ്ഥ ഇപ്പോൾ എന്തായാലും യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ ശാലിനി? ദേവിക, അത് തന്നെയാണ് ആ കമന്റ് വായിച്ചുകൊണ്ട് ഞാൻ എന്റെ സഹപ്രവർത്തകനുമായി ഷെയർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ദേവികയുടെ ചോദ്യം വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിശക്തമായ കാറ്റുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ശക്തമായ കാറ്റ് ജില്ലയിൽ ഈ മണിക്കൂറിലുമുണ്ട്. മലയോര മേഖലകളിലാണ് ഒരു ചെറിയ തോതിലെങ്കിലും ആശങ്കയുള്ളത്. പ്രത്യേകിച്ച് ഈ മണ്ണിടിച്ചിൽ, മലയിടിച്ചിൽ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ നിരവധി പ്രവർത്തിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഖനനമടക്കമുള്ള കാര്യങ്ങളിൽ കാര്യമായ രീതിയിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് റവന്യൂ വകുപ്പിന്റെ ഉത്തരവൊക്കെ ഈ ദിവസങ്ങളിൽ വരുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് അതിശക്തമായ മഴയ്ക്കൊന്നും മുന്നറിയിപ്പില്ല എങ്കിൽ പോലും ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാന ജില്ലയ്ക്കുള്ളത്. പക്ഷേ മലയോര മേഖലകളിൽ ചെറിയ തോതിൽ ചാറ്റൽ മഴ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. ആശങ്ക നിലനിൽക്കുന്നത് ചില ഘട്ടങ്ങളിൽ വിതുര, ഒപ്പം തന്നെ നെടുമങ്ങാട് മേഖലകളിലും പൊന്മുടി അടക്കമുള്ള മേഖലകളിലുമാണ്. എപ്പോഴും മഴ ഉണ്ടാകുമ്പോൾ ആ മേഖലകളിലേക്കാണ്. ഒപ്പം തന്നെ രാത്രിയാത്രയും ഒക്കെ നിരോധനം ഏർപ്പെടുത്തുന്നതും ആ മേഖലകൾക്കാണ്. എന്തായാലും അത്തരത്തിലുള്ള അലർട്ടുകൾ നിലവിലില്ല. പക്ഷേ കോവളം, ശംഖുമുഖം, വിഴിഞ്ഞം, വേളി അടക്കമുള്ള മേഖലകളിൽ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരത്തിന് പൂർണ്ണമായും വിലക്ക് ടൂറിസം വകുപ്പും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും നൽകുകയാണ്. പ്രത്യേകിച്ച് കടൽക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം അടക്കം ഈ തീരദേശ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരം പരമാവധി ആളുകൾ ഒഴിവാക്കണം എന്നുള്ളതാണ് ലൈഫ് ഗാർഡുമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. എന്തായാലും ഫിഞ്ചാൽ ചുഴലിക്കാറ്റ് തീവ്രത കുറയുന്നു
എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ അതിശക്തമായ മഴ വരുന്ന 4-ാം തീയതി വരെ സംസ്ഥാനത്ത് തുടരുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയുമാണ്. നമ്മുടെ ഈ കമന്റ് ബോക്സിൽ വന്ന ആശങ്കകൾ പോലെ അതിശക്തമായ കാറ്റ്, അതായത് 30 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ അതിശക്തമായ കാറ്റിനാണ് സംസ്ഥാനത്ത് ഉടനീളം സാധ്യത ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മുന്നറിയിപ്പിൽ പറയുന്നത്. പ്രത്യേകിച്ച് പിഞ്ചാഴി ചുഴലിക്കാറ്റ് നേരിട്ട് സംസ്ഥാനത്തെ ബാധിക്കില്ല എങ്കിൽ പോലും അതിന്റെ ഒരു പ്രഭാവം അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതിന്റെയൊക്കെ ഭാഗമായി സഞ്ചാരപാതയിലൊന്നും കേരളം ഇല്ല എങ്കിൽ പോലും അതിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം മേഖലകളിൽ താമസിക്കുന്നവർ ഈ ഹോർഡിങ്സുകളും ഫ്ലെക്സുകളും ഒക്കെ സ്ഥാപിച്ച ബിൽഡിങ്ങുകൾ അടക്കമുള്ള മേഖലകളിൽ താമസിക്കുന്നവർ അതൊക്കെ സുരക്ഷിതമാണോ എന്നുള്ള ഒരു മുൻകരുതൽ എടുക്കണം. ഒപ്പം തന്നെ ഈ മരങ്ങളുടെ അടിയിൽ കൊണ്ടുവന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവരൊക്കെ സുരക്ഷിതരാകണം എന്നുള്ളതാണ്. ഒപ്പം സുരക്ഷാ യോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ കൺട്രോൾ റൂമുകൾ, സംസ്ഥാന കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കൂടാതെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എല്ലാ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും സംസ്ഥാന സർക്കാർ നൽകുകയാണ്. മുഖ്യമന്ത്രി പ്രത്യേക ജാഗ്രത ശബരിമല അടക്കമുള്ള മേഖലകളിൽ നൽകണമെന്നുള്ളൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ പത്തനംതിട്ട, ഇടുക്കി, വയനാട് അടക്കമുള്ള മേഖലകളിൽ അതിതീവ്ര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ നദികളുടെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. പ്രധാനമായും തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കരമനയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ, നെയ്യാർ ഡാമിനും അരുവിക്കര ഡാമിനും ഒക്കെ സമീപത്ത് താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണം. നിലവിൽ ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കുന്ന കാര്യത്തിലൊന്നും മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല എങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ മുൻകരുതലുകൾ പരിശോധിക്കണം എന്നുള്ളൊരു ജാഗ്രത കൂടിയുണ്ട്. അത് കൂടാതെ കൂടുതൽ ജില്ലകൾക്ക് വരും മണിക്കൂറിൽ, അതായത് 10 മണിയുടെ അലേർട്ടിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഈ ഒരു തത്സമയ സംപ്രേഷണം നൽകുന്ന സമയത്ത് തന്നെ ചെറിയ ചാറ്റൽ മഴ തിരുവനന്തപുരം ജില്ലയിൽ ചില മേഖലകളിൽ ഉണ്ടാവുകയാണ്. നമുക്കടക്കമുള്ള മേഖലകളിലും ചെറിയ തുള്ളി മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലയ്ക്ക് മാത്രമാണ് അലേർട്ടുകളില്ലാത്ത മറ്റും 12 ജില്ലകൾക്കും അലേർട്ടുണ്ട്. അതിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ, റെഡ് അലേർട്ടിന്റെ അടക്കമുള്ള കാര്യങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ 10 മണിയോടുകൂടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ദേവിക, അതെ, 10 മണിയോടുകൂടി പുതിയ മഴയുടെ മുന്നറിയിപ്പ് വരും. അനീഷ് കുമാർ ആർട്ടിസ്റ്റ് എന്ന പ്രേക്ഷകൻ ചോദിക്കുന്നു, ഈ അലേർട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവധി കൊടുത്തുകൂടെ എന്ന് ചോദിക്കുന്നു. അവധിയില്ലാത്ത ജില്ലകൾക്കൊക്കെ വിഷമമുണ്ട്. ഉഷാനെല്ലൂരിനെ പോലുള്ള പ്രേക്ഷകർ പറയുന്നു ഞങ്ങൾക്ക് അവധിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ജാഗ്രതാ നിർദ്ദേശം അത് കൃത്യമായി പരീക്ഷിച്ച ശേഷമാണ് ഓരോ ജില്ലകളിലും അവധി പ്രഖ്യാപിക്കുന്നത്. അവധിയില്ലാത്തവർക്ക് അതിൻ്റെതായ സങ്കടങ്ങളുണ്ട്. ചെയ്യേണ്ട ഏക കാര്യം എന്ന് പറഞ്ഞാൽ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ്. കാരണം അതിശക്തമായ മഴയ്ക്കും കാറ്റിനുമെല്ലാം സാധ്യതയുള്ള മണിക്കൂറുകളാണ് ഇനി. ഇനി നമുക്ക് അന്താരാഷ്ട്ര വാർത്തകളിലേക്കൊന്ന് പോകണം. അലപ്പോ നഗരത്തിൽ റഷ്യയുടെ ശക്തമായ ആക്രമണം, 12 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇദ്ലിബിൽ നടന്ന ആക്രമണത്തിൽ 50 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഹമയിലും വ്യാപക റഷ്യൻ ആക്രമണമുണ്ട്. ഇന്നലെ അലപ്പോ നഗരത്തിൽ നിന്ന് സിറിയൻ സൈന്യം പിന്മാറിയിരുന്നു. അല്പം ഇസ്ലാമിക ഭീകര സംഘടനയാണ് വിമത ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമുക്കറിയാം ഇസ്ലാമിക ഭീകര സംഘടനയുടെ വിമത ആക്രമണം നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, വിമത ആക്രമണം അതിശക്തമായി തുടരുകയാണ് അലിപ്പോ നഗരത്തിൽ എന്നാണ് ഇന്നലെ വരെ വന്ന റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ ഒരു പ്രത്യാക്രമണത്തിനെ സിറിയയെ പിന്തുണയ്ക്കാനുള്ള ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും റഷ്യ ശക്തമായ ഒരു എയർ റെയ്ഡുകൾ, അതായത് വ്യോമാക്രമണം അതിശക്തമായി പല മേഖലകളിലും നടത്തുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ ഒരു മുന്നേറ്റം റഷ്യ നടത്തിയെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 12ഓളം പേർ മരിക്കുകയും 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2 പ്രധാന നഗരങ്ങൾ, നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ അലിപ്പോ, ഇദ്ലിബ് എന്നീ നഗരങ്ങളിലാണ് അതിശക്തമായ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അലിപ്പോ നഗരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും വിമത സൈന്യം വിമത വിഭാഗം പിടിച്ചെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് ഇന്നലെ പുറത്തു വന്നിരുന്നതെങ്കിൽ ഇന്ന് അതിശക്തമായ ആക്രമണം റഷ്യയുടെ പിന്തുണയോടെ ആ പ്രദേശത്ത് നടക്കുകയാണ്. സ്വാഭാവികമായും ഒരു തിരിച്ചടിക്കുള്ള സാധ്യത, അതിശക്തമായ തിരിച്ചടിക്കുള്ള സാധ്യത, കരയുദ്ധത്തിലൂടെയുള്ള തിരിച്ചടിക്കുള്ള സാധ്യത സിറിയൻ സൈന്യത്തിന് തുറന്നു കൊടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് റഷ്യക്കുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അതിശക്തമായ ഒരു നീക്കം ഇതിന്റെ ഭാഗമായി നടക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെ നടന്ന ആക്രമണത്തിൽ, അതായത് ഒരാഴ്ചയായി തുടരുന്ന ഈ പ്രശ്നത്തിൽ 300-ലേറെ പേർ മരിച്ചു എന്ന് അനൌദ്യോഗികമായ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. ഇത് അന്താരാഷ്ട്രീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളെല്ലാം തന്നെ നൽകുന്ന വിവരങ്ങളാണ്. എന്നാൽ കൂടുതൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം റഷ്യയുടെ ഭാഗത്തുനിന്നോ സിറിയയുടെ ഭാഗത്തുനിന്നോ ഇതുവരെ ലഭ്യമായിട്ടുമില്ല. നിലവിലെ സാഹചര്യത്തിൽ അലിപ്പോ നഗരത്തിൽ അതിശക്തമായ ആക്രമണം ഇന്നലെ തുടർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അലിപ്പോ നഗരത്തിന്റെ നിയന്ത്രണം ഈ ഭീകര സംഘടന പിടിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ കൂടി ഉടൻ തന്നെ ഭീകര സംഘടനയുടെ
താലിബാന്റെ നിയന്ത്രണത്തിൽ നിന്ന് നഗരത്തെ മോചിപ്പിക്കുന്നതിനുള്ള ശക്തമായ നീക്കങ്ങളാണ് റഷ്യയുടെ പിന്തുണയോടെ സിറിയയിൽ തുടരുന്നത്. അലപ്പോ നഗരത്തിൽ റഷ്യയുടെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്. 12 പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇദ്ലിബിൽ നടന്ന ആക്രമണത്തിൽ 50 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ഹമയിലും വ്യാപക റഷ്യൻ ആക്രമണം. ഇന്നലെ അലപ്പോ നഗരത്തിൽ നിന്ന് സിറിയൻ സൈന്യം പിന്മാറിയിരുന്നു. ഹൈത്ത് തഹറീർ അൽ ഷം ഇസ്ലാമിക ഭീകരരുടെ സംഘടനയാണ് വിമതാക്രമണത്തിന് നേതൃത്വം നൽകുന്നത്. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിശദ വിവരങ്ങൾ നൽകിയത്. ഇനി ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. കാരണം ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള അതിക്രമം തുടരുകയാണ്. ധാക്കയിൽ ഭാരതീയനായ ഹിന്ദു യുവാവിനെ ആക്രമിച്ച ഇസ്ലാമിസ്റ്റുകൾ. ബംഗാൾ സ്വദേശി 22-കാരനായ സായം ഘോഷാണ് കൊടിയ ആക്രമണത്തിന് ഇരയായത്. ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഈ ഹിന്ദു ന്യൂനപക്ഷങ്ങളോടുള്ള കാടത്തം അവിടെ ഇപ്പോഴും തുടരുന്നു എന്നതിന് ഏറ്റവും പുതിയ തെളിവാണിതല്ലേ? ദേവിക, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ ആക്രമണം തുടർച്ചയായി സംഭവിക്കുകയാണ്. അതൊരു പുതിയ കാര്യമല്ല. ആ രാജ്യം രൂപീകരിക്കപ്പെട്ട കാലം മുതൽ തന്നെ അവിടെ ഹിന്ദുക്കളും ക്രൈസ്തവരും അടങ്ങുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പശ്ചാത്തലമുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ ഇന്ത്യൻ പൗരന് കൂടി അവിടെ ഗുരുതരമായ പരിക്കേൽക്കുന്നത് ആക്രമണത്തിൽ. പശ്ചിമ ബംഗാൾ സ്വദേശിയായ സായം ഘോഷ് ഈ വിദ്യാർത്ഥി സുഹൃത്തിനെ കാണാൻ വേണ്ടിയാണ് പശ്ചിമ ബംഗാൾ അതിർത്തിയിലൂടെ ഇവിടേക്ക് ബംഗ്ലാദേശിലേക്ക് എത്തിയത്. അവിടെ ധാക്കയിൽ പോയി സുഹൃത്തിന്റെ വീട്ടിൽ കുറച്ച് ദിവസം താമസിച്ചിരുന്നു. അതിനുശേഷം മടങ്ങുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ഭാരതീയനാണെന്ന് ആദ്യം തിരിച്ചറിയുന്നു. അതിനുശേഷം ഹിന്ദുവാണോ എന്ന് ചോദിച്ച് ഇയാളെ കൊടിയ രീതിയിൽ ആക്രമിച്ചു എന്നതാണ്. ബൈക്കുകളുണ്ട്, നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോസും അതോടൊപ്പം തന്നെ മറ്റ് ചിത്രങ്ങളുമെല്ലാം ലഭ്യമാണ്. തലയ്ക്കാണ് വലിയ തോതിൽ പരിക്കേറ്റിരിക്കുന്നത്. പിന്നീട് ഇദ്ദേഹത്തെ ഇപ്പോൾ തിരിച്ച് ബംഗാളിലേക്ക് എത്തിച്ചാണ് വിദഗ്ധ ചികിത്സ ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. അതായത് ഭാരതത്തിൽ നിന്നുള്ള ഹിന്ദുവാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം കൊടിയ പീഡനം അഴിച്ചുവിടുകയായിരുന്നു ഇസ്ലാമിക ഭീകരവാദികൾ. എന്താണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് സായം ഘോഷ് 22-കാരന് നേരെ അവിടെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ. എന്തായാലും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം മതമൗലികവാദികളുടെ അക്രമ പരമ്പരയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഇന്നലെ ഇസ്കോൺ ലോകത്തെല്ലാ രാജ്യങ്ങളിലും, അവർക്ക് 193 രാജ്യങ്ങളിലും സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ് ഇസ്കോണിന്റെ നേതൃത്വത്തിൽ ഇന്നലെ പ്രാർത്ഥനയും പ്രതിഷേധ ദിനാചരണവും ഒക്കെ നടത്തിയിരുന്നു. ബംഗ്ലാദേശിൽ പീഡനം അനുഭവിക്കുന്ന ചില സാങ്കേതിക തടസ്സങ്ങൾ അവിടെ നേരിടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശിലെ മത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം ഇത്തരത്തിൽ തുടരുന്നൊരു സാഹചര്യത്തിൽ വിനോദ്, നമുക്കറിയാം ഇനി ഭാരതത്തിന്റെ കൃത്യമായ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ഭാരതീയനായ ഒരു ഹിന്ദു യുവാവിനെയാണ് ഇത്തരത്തിൽ ആക്രമിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, അവിടെ കൊലപ്പെടുത്തി എന്നെല്ലാം പറയുമ്പോൾ ഇനിയും അവിടെയുള്ള ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇസ്കോണെതിരെയുള്ള അതിക്രമങ്ങൾ അതും വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും ഇസ്കോൺ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആഗോളതലത്തിൽ തന്നെ അവർ പ്രാർത്ഥനാ യജ്ഞങ്ങളൊക്കെ നടത്തി വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. വിശ്വഹിന്ദു പരിഷത്തിനെ പോലുള്ള സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നു. RSS ശക്തമായി ഇതിനെ അപലപിച്ചു. ഭാരതവും ശക്തമായി ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ, അവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അതുപോലെ തന്നെ ഹിന്ദു സന്യാസിമാരെ അറസ്റ്റ് ചെയ്യുന്നു. ആ നടപടികൾ അവിടെ തുടരുകയാണ്. ഗൗതം, തുടരാം. ബംഗ്ലാദേശിൽ തുടരുന്ന ഹിന്ദു പീഡനം അവിടെ തുടരുന്നു. കൂടുതൽ വാർത്തകൾ ഗൗതം തുടരാം. വിനോദെ നേരത്തെ സൂചിപ്പിച്ചു വന്നത് ഇതാണ്. ഇന്ത്യയിൽ നിന്നും ഈ ബംഗ്ലാദേശിലേക്ക് പോയ ഈ 22-കാരനായ സായം ഘോഷിന്റെ മതം തിരിച്ചറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഇസ്ലാമിസ്റ്റുകൾ തലയ്ക്ക് ഉൾപ്പെടെ മർദ്ദിച്ചുകൊണ്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. ബംഗ്ലാദേശിലെ സാഹചര്യം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ് ഈ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണം. ഇത് കൂടാതെ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളും അതോടൊപ്പം തന്നെ ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കുന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങളും ഇന്നലെയും ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഭരണകൂടത്തിന് കൃത്യമായി ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകര സംഘടനകൾ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നു, അതിൽ കൃത്യമായി സ്വാധീനം ചെലുത്തുന്നു
ചെലുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പശ്ചാത്തലത്തിലാണ് ബംഗ്ലാദേശിലെ അക്രമ സംഭവങ്ങളിൽ ഒരയവും വരാതെ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ നിലവിൽ ഈ ബംഗ്ലാദേശ് വിഷയത്തിൽ അടിയന്തരമായി തന്നെ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് എന്തൊക്കെയാണോ അവിടുത്തെ ഹിന്ദുക്കളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ഏർപ്പെടുത്താൻ ചെയ്യാൻ കഴിയുന്നത്, ആ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യണം എന്ന നിർദ്ദേശമാണ് RSS മുന്നോട്ട് വെച്ചത്. ഒപ്പം മറ്റ് ഹൈന്ദവ സംഘടനകൾ, വിശ്വ ഹിന്ദു പരിഷത്തും അതോടൊപ്പം തന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനങ്ങളും ഇവയെല്ലാം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു. ഗൗതം, അത് മാത്രമല്ല, ഒരു ഭാരതപുത്രനെതിരെയാണല്ലോ ഇത്തരം വലിയൊരു കൊടും ക്രൂരത നടന്നിരിക്കുന്നത്. മാത്രമല്ല ബംഗാൾ സ്വദേശിയാണ് സായം ഘോഷ്. ഈ ഒരു വിഷയത്തിൽ മമതാ ബാനർജി അടക്കം കേന്ദ്ര സർക്കാരിന് ശക്തമായ പിന്തുണ അർപ്പിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. കൃത്യമായ അല്ലെങ്കിൽ ശക്തമായ നിലപാട് വരും മണിക്കൂറിൽ ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടതുണ്ടല്ലേ? കേന്ദ്ര സർക്കാർ അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ കലാപത്തെ അടിച്ചമർത്താൻ ഭാരതത്തിന് സാധിക്കത്തില്ല. അത് മറ്റൊരു രാജ്യത്ത് നടക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളുടെ പൊതു സ്വഭാവമാണത്. ആ രാജ്യത്തിന്റെ പൊതു സ്വഭാവം എന്നത് അവിടെ 100% അത് മറ്റൊരു രാജ്യത്ത് നടക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക മതങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല. ഭാരതത്തിന്റെ ജനാധിപത്യ സ്വഭാവമൊന്നും ഇസ്ലാമിക രാജ്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പോൾ അത് ആ രാജ്യത്തിന്റെ പൊതു സ്വഭാവമാണ്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ 2019 ഡിസംബറിൽ ലോക്സഭയിലും രാജ്യസഭയിലും പൗരത്വ ഭേദഗതി നിയമം പോലുള്ള നിയമങ്ങൾ പാസാക്കിയത്. അതായത് ഭാരതത്തിൽ നിന്നും മത അടിസ്ഥാനത്തിൽ മുൻപ് വിഭജിക്കപ്പെട്ടു പോയ രാജ്യങ്ങൾ, ബംഗ്ലാദേശും മത അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു പോയതാണ്. പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു. പാകിസ്ഥാൻ വിഭജനത്തിന്റെ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ. അതെല്ലാം മതത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തിൽ നിന്ന് വിഭജിക്കപ്പെട്ടു പോയ ഭാരതത്തിന്റെ തന്നെ അവിഭക്ത ഭാരതത്തിന്റെ ഭാഗമാണ് ആ ഭൂപ്രദേശങ്ങളെല്ലാം. അപ്പോൾ അവിടെ ഇത്തരം മതപീഡനങ്ങൾ തുടരും എന്ന കൃത്യമായ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത്. അതായത് അവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും ഒക്കെ അടങ്ങുന്ന മതവിഭാഗങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ മുൻപുണ്ട്. അത് ഇപ്പോഴും അങ്ങനെയാണ്. അത് ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കാം. അതിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവർക്ക് അഭയാർത്ഥികളായി ഇതിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ പൗരത്വം നൽകുക എന്നത് തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തരം കലാപങ്ങളൊക്കെ തുടർച്ചയായി അവിടെ സംഭവിക്കുന്നു. ബംഗ്ലാദേശിലെ തന്നെ ചില കണക്കുകൾ, ഢാക്ക യൂണിവേഴ്സിറ്റിയിലെ അബ്ദുൾ ബാഷർ എന്ന അവിടുത്തെ വളരെ പ്രശസ്തനായ ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന്റെ തന്നെ പഠനത്തിൽ പറയുന്നത് 2000 35 കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും 2030 ആകുമ്പോഴേക്കും ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു പോലും അവശേഷിച്ചില്ല എന്നുള്ളതാണ്. ഒരു മുസ്ലിമായ അധ്യാപകൻ തന്നെ ശരി, അത് തന്നെയാണ്. കടുത്ത നിലപാടിലേക്ക് ഭാരതം കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഭാരതീയനായ ഒരു വ്യക്തിയാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇടപെടാതിരിക്കാൻ ഭാരതത്തിന് കഴിയുന്നില്ല. മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷമുള്ള ബംഗ്ലാദേശിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹിന്ദു വംശഹത്യ നടക്കുന്നത്. ഈ വംശഹത്യക്കെതിരെ ഭാരതീയ വിചാരകേന്ദ്രം രംഗത്ത് വന്നിട്ടുണ്ട്. വിചാരകേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു. അവശേഷിക്കുന്ന മറ്റു മതവിഭാഗങ്ങളെ ഭയപ്പെടുത്തി പലായനം ചെയ്യാൻ സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദികളുടെ ഗൂഢലക്ഷ്യം എന്ന് അദ്ദേഹം പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിനെ തീവ്ര ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ബംഗ്ലാദേശിൽ മനുഷ്യാവകാശം ഉറപ്പുവരുത്താൻ പ്രധാനമന്ത്രിയും UN മനുഷ്യാവകാശ കമ്മീഷനും ശ്രമിക്കണമെന്നും R. സഞ്ജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവിടെ അക്രമം അഴിച്ചുവിടുന്നത് ഇസ്ലാമിക തീവ്രവാദികളാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ശക്തികൾ ഭാരത വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, അവിടെ നിലവിലുള്ള ഭരണഘടന അതിനെ അട്ടിമറിച്ച് ഇസ്ലാമിക ഭരണം അവിടെ സ്ഥാപിക്കണം. മറ്റൊന്ന്, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളെ, മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യത്ത് വളരെ നാമമാത്രമായ സംഖ്യയിൽ ഉള്ള ഈ ന്യൂനപക്ഷങ്ങളെ അവിടെ നിന്ന് ഭയപ്പെടുത്തി പലായനം ചെയ്യിക്കുക എന്നതാണ് അവരുടെ മറ്റൊരു ഗൂഢലക്ഷ്യം. ഇത്തരം ശക്തികൾ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളെ നിയന്ത്രിക്കാൻ അവിടുത്തെ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ജനങ്ങൾ ആ രാജ്യത്തിലെ പൗരന്മാരാണ്. അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിൽ
മുഹമ്മദ് യൂനിസിൻ്റെ സർക്കാർ തീർത്തും പരാജയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഭാരത സർക്കാരും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലും മനുഷ്യാവകാശ കൗൺസിലും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം. അതുപോലെ ഈ സ്വാമിമാരുടെ മോചനം ഉറപ്പാക്കണം. ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയനാണ് ശക്തമായി ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചത്. ഇനി നമുക്ക് ആഗോള വാർത്തയിലേക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. ലോക നേതാക്കളോട് സഹായം അഭ്യർത്ഥിച്ച് ഹമസ് ബന്ദിയാക്കിയ യുവാവിൻ്റെ പിതാവ്. ഹമസ് ബന്ദിയായി തടവിൽ കഴിയുന്ന ഈഡൻ അലക്സാണ്ടറിൻ്റെ വീഡിയോ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തുടർന്നാണ് പിതാവ് ആദി അലക്സാണ്ടർ പരസ്യമായി സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നത്. ബെഞ്ചമിൻ നെതന്യാഹു, ജോ ബൈഡൻ, ഡൊണാൾഡ് ട്രംപ് എന്നിവരോടാണ് പിതാവ് സഹായം തേടിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. My name is Adi Alexander. I am the father of Idan Alexander, a 20-year-old American Israeli who has been held hostage in Gaza for 422 agonizing days. Today, I am speaking not just a father, but the voice of my son and the other 101 hostages whose lives hang in the balance. I stand here after seeing my son alive for the first time in over a year, thanks to this propaganda video released by Hamas. It gave us silver hope and also reignite the urgency of our plea. Time is running out. Idan is 20-year-old. He's a swimmer, a scout, New York Knicks fan, and above all, an American citizen. Every day in captivity is an eternity of suffering for him and every hostage, both physically and emotionally. ഹമസ് ബന്ദിയാക്കിയ യുവാവിൻ്റെ പിതാവാണ് ഇങ്ങനെ ലോക നേതാക്കളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. ഐസൺ ജോസ്, കൂടുതൽ വിവരങ്ങൾ. ഹമാസ് ബന്ദിയാക്കിയ കഴിഞ്ഞ ഒക്ടോബർ 7 നടന്ന ആക്രമണത്തെ തുടർന്ന് ഹമാസ് പിടിച്ചുകൊണ്ടുപോയി ബന്ദികളാക്കി 101 പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിൽ കഴിയുകയാണ്. അത്തരത്തിൽ ഹമാസിന്റെ തടവിൽ കഴിയുന്ന 101 പേരിൽ ഒരാളാണ് ഈ ബൈഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന പയ്യൻ. അത് ചെറുപ്പക്കാരനായ വ്യക്തി. അദ്ദേഹത്തിന്റെ പിതാവാണ് ഇപ്പോൾ ഈ ഒരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈഡൻ അലക്സാണ്ടറെ അന്ന് കസ്റ്റഡിയിലെടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഹമാസ് ബന്ദിയാക്കിയതിന് ശേഷം 400-ലേറെ ദിവസങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ മോചനം സംബന്ധിച്ച് യാതൊരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ മോചനം സംബന്ധിച്ചുള്ള തീരുമാനം വൈകുകയാണ്. അതുകൊണ്ട് തന്നെ അവർ ദുരിതം അനുഭവിക്കുന്ന തടവിൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്തണമെന്നൊരാവശ്യവുമായി ഈ നേരത്തെ ഈഡൻ അലക്സാണ്ടറുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ പുറത്തു വന്നത്. വീഡിയോ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് ശക്തമായ പ്രതിഷേധവുമായി അദ്ദേഹത്തിന്റെ പിതാവ് ആദി അലക്സാണ്ടർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം ആവശ്യപ്പെടുന്നത് വളരെ കൃത്യമാണ്. ജോ ബൈഡനോടും അതുപോലെ തന്നെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടും ബെഞ്ചമിൻ നെതന്യാഹുവിനോടും കൃത്യമായ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തിയാക്കണം, അല്ലെങ്കിൽ മോചനം സാധ്യമാക്കണമെന്നൊരാവശ്യമാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ 101ഓളം പേർ അവിടെ ബന്ദികളാക്കി കഴിയുന്നുണ്ട്. അത്തരത്തിൽ ബന്ദികളായി കഴിയുന്ന 101 പേരുടെയും ഒരു ആവശ്യമാണത്. സ്വന്തം മകന്റെ കാര്യത്തിൽ മാത്രമല്ല, അവിടെ ബന്ദികളാക്കിയിരിക്കുന്ന ബാക്കി ഉള്ളവരുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹത്തിന്റെ പിതാവ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏറെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ ഈ ബന്ദികളുടെ മോചനം സംബന്ധിച്ചുള്ള തീരുമാനത്തിനായി നിരവധിയായ നീക്കങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് പലതരത്തിലുള്ള നീക്കങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. നേരത്തെ യുദ്ധം കൊടുമ്പിരി കൊണ്ട സാഹചര്യത്തിൽ ആദ്യഘട്ട സമാധാന ചർച്ചകളിൽ ഓരോ ദിവസവും ഒരു നിശ്ചിത എണ്ണം ബന്ദികളെ വിട്ടയക്കുകയും സമാനമായി വെടിനിർത്തൽ ഉറപ്പാക്കുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷവും വെടിനിർത്തൽ പൂർണ്ണമായും വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഇത്തരത്തിൽ അതിക്രമങ്ങൾ തുടരുന്ന അല്ലെങ്കിൽ അക്രമങ്ങൾ തുടരുന്ന ആ ഒരു സാഹചര്യത്തിൽ ബന്ദികളുടെ മോചനം തീർത്തും അനിശ്ചിതാവസ്ഥയിൽ തുടരുക കൂടിയായിരുന്നു. പല രീതിയിലുള്ള നീക്കങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടെങ്കിലും അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആദി അലക്സാണ്ടർ എന്ന് പറയുന്ന ഈ തടവിൽ കഴിയുന്ന ചെറുപ്പക്കാരനായ ബന്ദിയുടെ പിതാവ് ലോക നേതാക്കളോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ജോ ബൈഡനും അതുപോലെ തന്നെ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബെഞ്ചമിൻ നെതന്യാഹുവും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നൊരാവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. വിനോദ്.
തീർച്ചയായും അത്തരത്തിൽ ഹമാസ് ബന്ദിയാക്കിയ യുവാവിൻ്റെ പിതാവാണ് ഇത്തരത്തിൽ ലോക നേതാക്കളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്. ഇനി നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് പോകാം. അവിടെ പുതിയ സർക്കാർ അധികാരമേൽക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. മഹാരാഷ്ട്രയിൽ BJP നിയമസഭാ കക്ഷി യോഗം ഉടൻ ചേരും. ഇന്നോ നാളെയോ MLA-മാരുടെ യോഗം ചേരുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് മഹായുതി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ. വെള്ളിയാഴ്ച മഹായുതി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് BJPയുടെ പാർലമെൻ്ററി പാർട്ടി നേതാവായി. അതിൻ്റെ തീരുമാനങ്ങളും വരേണ്ടതുണ്ട്. ഗൗതം അനന്തനാരായണൻ, അക്കാര്യത്തിൽ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ ഇന്നോ നാളെ ഒരു തീരുമാനമുണ്ടാകും, അങ്ങനെയല്ലേ ഗൗതം? വിനോദേ, മഹാരാഷ്ട്രയിൽ ഡിസംബർ 5-നാണ് BJP നേതൃത്വം നൽകുന്ന മഹായുതി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ഇന്നോ നാളെയോ BJPയുടെ നിയമസഭാ കക്ഷി യോഗം ചേരും എന്നാണ് BJP നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. BJPക്കാണ് ഏറ്റവും അധികം MLA-മാരുള്ളത്. 132 MLA-മാരാണ് BJPക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിനാൽ ഇവരുടെ യോഗം മുംബൈയിൽ ഇന്നോ നാളെയോ ചേർന്നതിന് ശേഷം ആ യോഗത്തിലാകും നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നത്. പിന്നീട് കേന്ദ്ര നിരീക്ഷകരായി എത്തുന്ന 2 അതല്ലെങ്കിൽ 3 ദേശീയ നേതാക്കൾ അവരാകും വാർത്താ സമ്മേളനത്തിലൂടെ ആരാകും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുക എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിശദീകരണം നൽകുക. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ പേര് തന്നെയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ നയിച്ചതും പൊതുവെ മുഖ്യമന്ത്രി ഫേസ് എന്ന നിലയിൽ ഉയർത്തി കാണിക്കപ്പെട്ടതും ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നു. അതിനാൽ ആ പേരിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ നിയമസഭാ കക്ഷി യോഗവും അതോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ അന്തിമമായ തീരുമാനം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമാണ് ഇതിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. അവരുടെ തീരുമാനവും ഒപ്പം MLA-മാരുടെ താല്പര്യങ്ങൾ ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടൊരു പേരിലേക്കാകും ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ തീരുമാനം എത്തുക. വിനോദ്, തീർച്ചയായും മഹാരാഷ്ട്രയിൽ ഇന്നോ നാളെയോ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും. സത്യപ്രതിജ്ഞ 5-ാം തീയതി നടക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം. ഇനി US-ലെ വാർത്തകളിലേക്ക് കൂടി. ക്രിമിനൽ കേസുകളിൽ വിചാരണ നേരിട്ട മകൻ ഹണ്ടർ ബൈഡന് നിരുപാധികം മാപ്പ് നൽകി US പ്രസിഡന്റ് ജോ ബൈഡൻ. തോക്കുകേസിലും നികുതി വെട്ടിപ്പിലുമായിരുന്നു ഹണ്ടർ ക്രിമിനൽ വിചാരണ നേരിട്ടത്. മകൻ വേട്ടയാടപ്പെട്ടെന്നും മനഃപൂർവ്വം കേസിൽ കുടുക്കിയതെന്നും വിശദീകരിച്ചാണ് ബൈഡന്റെ നീക്കം. വിവരണമായി ഐസൺ ജോസ് ചേർന്നുണ്ട്. ഐസൺ, ഭരണം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മകന് മാപ്പ് നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മറ്റ് നേതാക്കളുടെ നിലപാട് കൂടി വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ടോ? തീർച്ചയായും ദേവിക, ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് ഇത്തരത്തിലൊരു നിലപാട് ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിൽ മറ്റ് നേതാക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റു രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉള്ള പ്രതികരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിൽ കൂടി അത് ശക്തമായ ഒരു പ്രതിഷേധത്തിന് വഴിവെക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അതായത് ഈ ഇത്തരത്തിലുള്ള ഒരു അപേക്ഷയ്ക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാപ്പ് നൽകുന്നതിനുള്ള ഒരു അപേക്ഷയ്ക്ക് അനുകൂലമായ മറുപടി സ്വീകരിക്കും ഇതുവരെ അല്ലെങ്കിൽ അല്പം 2-3 മാസങ്ങൾ മുമ്പ് വരെ ബൈഡന്റെ നിലപാടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ബൈഡൻ നിലപാട് മാറ്റിയിരിക്കുകയാണ്. മാറ്റിയതിനു ശേഷം അദ്ദേഹം ന്യായീകരണമായി പറയുന്നത് തന്റെ മകനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു നീക്കം ചില ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നു. അത്തരത്തിൽ ഒരു അന്യായമായ രീതിയിൽ അദ്ദേഹത്തിന്റെ വിചാരണ നടന്നു എന്ന് തന്നെ വളരെ കൃത്യമായി അദ്ദേഹം നൽകിയ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മകൻ ഹണ്ടർ ബൈഡനെ ഇപ്പോൾ മാപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് ആ വിശദീകരണ കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്. തീർച്ചയായും അതീവ ഗൗരവമുള്ള ഒരു വിഷയമായി തന്നെ ഇത് പരിണമിക്കുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, അധികാര സ്ഥാനത്ത് തുടരുന്ന പ്രസിഡന്റിനെ ഇത്തരത്തിൽ ക്ലിമൻസി അല്ലെങ്കിൽ മാപ്പ് നൽകുന്നതിന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ട്. അത് പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നത് പോലെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാപ്പ് നൽകുന്ന ഒരു സംവിധാനമുണ്ട്. എന്നാൽ ഈ കുറ്റകൃത്യം വിചാരണ ചെയ്യപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾക്ക് നൽകുന്നതാണോ അതോ അതിന് മുൻപ് രക്ഷപ്പെടുത്താൻ വേണ്ടി നൽകേണ്ടതാണോ എന്ന രീതിയിലുള്ള ചർച്ചകളെല്ലാം തന്നെയാണ് അതിശക്തമായി ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇതൊരു നീതിന്യായ വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനമായി അല്ലെങ്കിൽ ഒരു ജുഡീഷ്യറിയുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുന്ന ഒരു രീതിയായും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കേവലം ഒരു മകനെ എന്തെങ്കിലും മാപ്പ് നൽകുന്നത് ഒരു വിഷയം മാത്രമല്ല, അമേരിക്കയുടെ പൗരന്മാരുടെ സുരക്ഷയെ തന്നെ അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ പ്രത്യേകിച്ചും പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന വിമർശനമാണ് വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ ഈ അടുത്ത 20-നാണ്
പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത്. അതായത് ജനുവരി 20-നാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത്. അത്തരത്തിൽ പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നതിന് മുമ്പ് അവസാന ഘട്ടത്തിൽ ഒരു കാവൽ മന്ത്രിസഭയുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ കാവൽ സംവിധാനത്തിന്റെ സ്വഭാവത്തിൽ തുടരുന്ന ഒരു പ്രസിഡന്റ് ഇത്തരം ഒരു തീരുമാനമെടുത്തതിന്റെ അനൗചിത്യവും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നിയമപരമായി അത് തർക്കിക്കാനോ ചോദ്യം ചെയ്യാനോ ഉള്ള സാധ്യത ഇല്ല എങ്കിൽ കൂടി ധാർമ്മികമായി വലിയൊരു അപരാധം തന്നെ ബൈഡന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് അതിൽ നിന്ന് നമുക്കെല്ലാം വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം നേരിടാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. ടെലിഫോൺ ലൈനിൽ ചേർന്നത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ്. ഇനി പാർലമെന്റിലേക്ക് എത്തുമ്പോൾ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പാർലമെന്റ് ഇന്ന് വീണ്ടും ചേരും. സഭാ നടപടികൾ ഇന്നും പ്രക്ഷുബ്ധമാകാനാണ് ഇന്ത്യ മുന്നണിയുടെ നീക്കം. അദാനി വിഷയം ഉയർത്തിയാണ് പ്രതിപക്ഷം ബഹളം തുടരുന്നത്. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, അറിയാം, സുപ്രധാന ബില്ലുകൾ പാസ്സാകാനിരിക്കെയാണ് ഇത്തരം അദാനി വിഷയം വീണ്ടും ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സഭ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു നിലപാട് പ്രതിപക്ഷ പാർട്ടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ചില ബില്ലുകൾ പാസ്സായാൽ ഈ സമൂഹത്തിൽ വളരെയധികം നന്മകൾ ഉണ്ടാകുന്ന ചില ബില്ലുകൾ കൂടി അതിലുണ്ട്. വഖഫ് അടക്കമുള്ള നമുക്കറിയാം. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം തടഞ്ഞു വെക്കാനുള്ളൊരു ഗൂഢ ലക്ഷ്യമാണോ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ദേവിക, ഈ അമേരിക്കയിൽ അദാനിക്കെതിരെയുള്ള ഒരു കേസിൻ്റെ പേരിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വളരെ സുപ്രധാനമായ ശൈത്യകാല സമ്മേളനം അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികൾ. കഴിഞ്ഞ 25-നാണ് ശൈത്യകാല സമ്മേളനം തുടങ്ങിയത്. ആദ്യത്തെ ആഴ്ചയിൽ ഒരു ദിവസം പോലും കാര്യമായ പ്രവർത്തനം നടത്തുവാൻ, പ്രവർത്തന ദിവസമായി കണക്കാക്കുവാൻ പാർലമെന്റിലെ ഇരുസഭകൾക്കും കഴിഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും ചോദ്യോത്തരവേള തന്നെ ഒന്നെങ്കിൽ നിർത്തിവെക്കുക, അതല്ലെങ്കിൽ ബഹളത്തിൽ മുങ്ങുക. ഈ ഒരു കാഴ്ചയാണ് നമ്മൾ പാർലമെന്റിൽ കണ്ടത്. ഇന്നും അതിൽ കാര്യമായ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. ഇന്നും ഇപ്പോൾ രാവിലെ 11-ന് ഇരുസഭകളും ചേരുന്നു. ശനി ഞായർ അവധിക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ലോക്സഭയും രാജ്യസഭയും ചേരാൻ പോകുന്നത്. അദാനി വിഷയം തന്നെ ഉയർത്തിപ്പിടിച്ച് ബോധപൂർവം സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാകും പ്രതിപക്ഷ പാർട്ടികൾ ഇന്നും ശ്രമിക്കുന്നത്. ഒപ്പം മണിപ്പൂരിലെ കഴിഞ്ഞ ആഴ്ച നടന്ന ചില സംഘർഷ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ സാംബാലിൽ മസ്ജിദിനകത്ത് നടന്ന സർവേയുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ടായ സംഘർഷം, ഈ വിഷയങ്ങൾ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബഹളം തുടരുന്നത്. അതിനാൽ ഇന്നും ഒരുപക്ഷെ സഭാ നടപടികൾ പ്രക്ഷുബ്ധമായേക്കും. പക്ഷേ നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ പല സുപ്രധാനമായ ബില്ലുകൾ പാസ്സാക്കേണ്ടതുണ്ട്. റെയിൽവേ അമെൻമെൻറ്റ് ബില്ല്, അതോടൊപ്പം തന്നെ ഈ ഗോവ നിയമസഭയിൽ ട്രൈബൽ വിഭാഗത്തിന് പ്രത്യേക പരിഗണന, സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബില്ല്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ബില്ല്, അങ്ങനെ 16 ബില്ലുകളാണ് ഈ ശൈത്യകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ ലിസ്റ്റ് ചെയ്തത്. ആ സുപ്രധാനമായ ബില്ലുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ട ഘട്ടത്തിലാണ് അദാനിക്കെതിരെ അമേരിക്കയിൽ എടുത്ത ഒരു കേസിൻ്റെ പേരിൽ പ്രതിപക്ഷം സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്നത്. ദേവിക. അതെ, സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന നീക്കമാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദേവിക, ഇപ്പോൾ സമയം 8 മണിയായിരിക്കുന്നു. നമ്മൾക്ക് പ്രധാന തലക്കെട്ടുകൾ ഒന്നുകൂടി നോക്കി വരാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി CPM. തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ച് മുഖ്യമന്ത്രി. പിന്നാലെ തദ്ദേശ ഭരണ സമിതികളുടെ യോഗവും. ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പെന്ന ആക്ഷേപം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട്. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ശബരിമലയിൽ മഴ തുടരുന്നു. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച മഴ. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടെന്ന ആരോപണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് മഹാരാഷ്ട്ര മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അപവാദം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് എസ് ചൊക്കലിംഗം. സയ്യിദ് ഷൂജ എന്നയാൾക്കെതിരെ FIR ഇട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ക്രിമിനൽ കേസുകളിൽ വിചാരണ നേരിട്ട മകൻ ഹണ്ടർ ബൈഡന് നിരുപാധികം മാപ്പ് നൽകി US പ്രസിഡന്റ് ജോ ബൈഡൻ. ഹണ്ടർ ക്രിമിനൽ വിചാരണ നേരിട്ടത് തോക്ക് കേസിലും നികുതി വെട്ടിപ്പ് കേസിലും. മകൻ വേട്ടയാടപ്പെട്ടെന്നും മനഃപൂർവ്വം കേസിൽ കുടുക്കിയതെന്നും ബൈഡൻ.
CPM ഏരിയ സമ്മേളനങ്ങളിൽ നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം. അഴിമതിയും ബാങ്ക് തട്ടിപ്പും ലൈംഗിക ആരോപണങ്ങളും ഉയർത്തി നവമാധ്യമങ്ങളിലും ചേരിപ്പോർ. പരസ്യ പോർവിളികളും കൂട്ടത്തല്ലും തടയുന്നതിൽ പരാജയപ്പെട്ട ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ. ഗുരുവായൂർ ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ അതേ ദിവസം തന്നെ നടത്തണമെന്ന വിശ്വ ഹിന്ദു പരിഷത്ത്. പലരും ചേർന്ന് ഏകാദശി ഉത്സവത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ജനം ടിവിയോട്. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം തുടരുന്നു. ധാക്കയിൽ ഭാരതീയനായ ഹിന്ദു യുവാവിനെ ആക്രമിച്ച ഇസ്ലാമിസ്റ്റുകൾ. ബംഗ്ലാദേശിലേത് ഹിന്ദു വംശഹത്യയെന്ന ഭാരതീയ വിചാര കേന്ദ്രം. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിനെ തീവ്ര ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഡയറക്ടർ ആർ സഞ്ജയ്. സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന് തിരിച്ചടി. ഭൂമി തരംമാറ്റ ഫീസായി ലഭിച്ച 1510 കോടി രൂപയും കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് തിരിച്ചടയ്ക്കണമെന്ന ഹൈക്കോടതി. ഇതുവരെ വെറും 6 ലക്ഷം രൂപയാണ് കാർഷികാഭിവൃദ്ധിക്കായി വിനിയോഗിച്ചതെന്ന് കോടതി. 4 മാസത്തിനകം 25% തുകയും ബാക്കി 3 ഗഡുക്കളായി 1 വർഷത്തിനകം കൈമാറണമെന്നാണ് ഉത്തരവ്. ഭൂമി തരംമാറ്റത്തിന് ലഭിക്കുന്ന ഫീസ് കാർഷികാഭിവൃദ്ധി ഫണ്ടിൽ നിക്ഷേപിക്കണമെന്നും കൃഷി പ്രോത്സാഹനത്തിന് വേണ്ടി ഈ തുക വിനിയോഗിക്കണമെന്നുമാണ് വ്യവസ്ഥ. എന്നാൽ ഈ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഭൂമി തരംമാറ്റിയ വകയിൽ ലഭിച്ച 1510 കോടി രൂപ സർക്കാർ വകമാറ്റിയ 1510 കോടി രൂപയും പൂർണ്ണമായും നെൽകൃഷി സംരക്ഷണത്തിനായി വിനിയോഗിക്കേണ്ട കാർഷികാഭിവൃദ്ധി ഫണ്ടിലേക്ക് കൈമാറണമെന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. 4 മാസത്തിനകം 1510 കോടിയുടെ 25% തുകയും ബാക്കി 75% 1 വർഷത്തിനകം 3 ഗഡുക്കളായും കൈമാറണമെന്നാണ് ചീഫ് ജസ്റ്റിസ് നിതിൻ ജബ്ദാർ, ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ഡിസംബർ 1 മുതൽ ലഭിക്കുന്ന ഫീസ് നേരിട്ട് ഈ ഫണ്ടിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. ഇത് ഏതെല്ലാം ഇനത്തിലാണ് വിനിയോഗിക്കേണ്ടതെന്ന് സർക്കാർ 2 മാസത്തിനകം തീരുമാനിച്ച് റവന്യൂ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണം. സ്റ്റേറ്റ് ഓഡിറ്റ് വിഭാഗം കാർഷികാഭിവൃദ്ധി ഫണ്ട് വർഷം തോറും ഓഡിറ്റ് ചെയ്ത് കണക്കുകൾ പ്രസിദ്ധീകരിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. തൃശൂർ സ്വദേശി നൽകിയ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. 1970-കളിൽ 8 ലക്ഷം ഹെക്ടർ സ്ഥലത്തുണ്ടായിരുന്ന നെൽകൃഷി 2000 കാലഘട്ടത്തിൽ 2 ലക്ഷം ഹെക്ടറായി ചുരുങ്ങി. ഇത് കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിയെ ബാധിച്ചിട്ടുണ്ടെന്നും കോടതി ഉത്തരവിൽ വിലയിരുത്തി. തുടർന്നാണ് ഫണ്ട് കാർഷികാവശ്യത്തിനായി തന്നെ വിനിയോഗിക്കാൻ കർശന നിർദ്ദേശം നൽകിയത്. ജനം, കൊച്ചി. തമിഴ്നാട്ടിൽ നിന്ന് അത്ര ശുഭകരമായ വാർത്തകളല്ല വരുന്നത്. തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. മഴക്കെടുതി സംസ്ഥാനത്ത് രൂക്ഷം. തമിഴ്നാട്ടിലും വിഴുപുരത്തും വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴ തുടരുന്നു. ന്യൂനമർദ്ദം തിരുവണ്ണാമല ഭാഗത്തേക്ക് നീങ്ങിയതാണ് ഇതിനെല്ലാം കാരണമെന്ന് പറയേണ്ടി വരും. കാരണം ചെന്നൈയിൽ നിന്ന് തമിഴ് ജനം ഡിജിറ്റൽ എഡിറ്റർ ആനന്ദ് ടി പ്രസാദ് ചേരുകയാണ്. ആനന്ദ്, ഇപ്പോൾ തമിഴ്നാട്ടിലെ അവസ്ഥ എന്താണ്? കാരണം മഴക്കെടുതി അവിടെ രൂക്ഷമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, അവിടെ 8 പേർ കുടുങ്ങിക്കിടക്കുന്നു. അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അതിന്റെ സാധ്യത കൂടുതലാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലത്തെ അവസ്ഥ എന്താണ്? ദിവ്യ, കഴിഞ്ഞ 29-ാം തീയതി വെള്ളിയാഴ്ച ആയിരുന്നു തമിഴ്നാട്ടില് കുറെ സ്ഥലത്ത് മഴ പെയ്യാൻ തുടങ്ങിയത്. കാരണം പെഞ്ചൽ ചുഴലിക്കാറ്റ് കരകടക്കും എന്നാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അത് എക്സ്പെക്ട് ചെയ്ത ഡേറ്റിൽ കിടക്കാൻ പറ്റില്ല. അത് കുറച്ച് താമസിച്ചു. ശനിയാഴ്ച വൈകുന്നേരം 5:30 മണിക്കാണ് അത് കടലിൽ നിന്ന് കരയിലോട്ട് കിടക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഏകദേശം 6 മണിക്കൂർ സമയം ആ ചുഴലിക്കാറ്റ് കരയുടെയും കടലിന്റെയും തൊട്ടരികിൽ പാണ്ടിച്ചേരിയിൽ അത് അതിന്റെ സ്റ്റേഷൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പാണ്ടിച്ചേരിയുടെ ചുറ്റിയുള്ള കുറെ സ്ഥലങ്ങളിൽ, കുറെ ജില്ലകളിൽ അധികമായിട്ട് മഴ പെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിന്റെ കാരണമായിട്ടാണ് തിരുവണ്ണാമലയില് ഏകദേശം 36 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് ചെറിയ തുകയിലും വലിയ അളവിലും മഴ കണ്ടിന്യൂ ആയിട്ട് പെയ്തുകൊണ്ടിരുന്നത്. അപ്പോ അവിടെ ഉള്ള നമ്മുടെ തിരുവണ്ണാമല ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു മലയെന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടുന്ന് ഒരു വലിയൊരു പാറ, ആ പാറ ഉരുണ്ട് വന്ന് അവിടെ തൊട്ടടുത്തുള്ള വാവൂസി നഗർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലുള്ള
രാജ്കുമാർ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലേക്കാണ് ആ പാറ വന്ന് വീണത്. അപ്പൊ ആ വീട്ടിൽ 5 കുട്ടികൾ ഉൾപ്പെടെ 7 പേരാണ് ആ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പൊ ഈ 7 പേരും മണ്ണിന്റെ അടിയിൽ ഉണ്ട്. അപ്പൊ അവരുടെ ജീവനോടെ അല്ലെങ്കിൽ അവരുടെ ബോഡി എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണം എന്നാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അതിനുള്ള പ്രയത്നത്തിലാണ് ഉള്ളത്. തൊട്ടടുത്തുള്ള ദിണ്ടിവനത്തിൽ നിന്ന് 30 NDRF പ്രവർത്തകർ ഇവിടെ വന്ന് ഇന്നലെ രാത്രി തൊട്ട് ഭയങ്കര തീവ്രമായിട്ട് എങ്ങനെയെങ്കിലും അവരെ ജീവനോടെ രക്ഷിക്കണം എന്നുള്ള ഒരു വിചാരത്തിൽ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനന്ത്, സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നുണ്ടോ? ആക്ച്വലി ചെന്നൈയില് മഴ കുറെ പെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ ചെന്നൈയിൽ അതിനുള്ള മുന്നേർപ്പാടുകളൊക്കെ എടുത്തിരുന്നു. പക്ഷെ തിരുവണ്ണാമലയിൽ ഇത്ര മഴ പെയ്യുന്ന ആരും പ്രെഡിക്ട് ചെയ്തിരുന്നില്ല. അതേ സമയത്ത് ഗവൺമെന്റ് പ്രെഡിക്ട് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഈ മല ഓരത്തുള്ള വീടുകളിലുള്ളവരെ മാറ്റി പ്രാർത്ഥിക്കണമായിരുന്നു. പക്ഷെ അവര് അതിനുള്ള ഒരു സ്റ്റെപ്സ് എടുത്തില്ല എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങൾ ഇപ്പൊ നമ്മളോട് പറയുന്ന ഒരു റിപ്പോർട്ട്. ഒരു പ്രതിഭാസമുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതിൽ കുടുങ്ങിക്കിടക്കുന്നു, ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളുടെ നിജസ്ഥിതി കൂടി ഇപ്പം നമുക്ക് കൂടുതൽ അതേപ്പറ്റി അറിയാൻ കഴിയുന്നുണ്ടോ? ഇന്നലെ രാത്രി തൊട്ട് കണ്ടിന്യൂ ആയിട്ട് അവര് അതിനെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിലാണ്. പക്ഷെ ഇത് എപ്പോൾ കഴിയും, എത്ര സമയം ഇനി എടുക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. 7 പേരാണോ ഇനി അതിൽ കൂടുതലുള്ള ആൾക്കാർ അവിടെ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. കാരണം സംഭവം നടന്നത് ഇന്നലെ രാത്രി ആയതുകൊണ്ടും അവിടെ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്തുകൊണ്ടും ജനങ്ങളൊന്നും പുറത്ത് അധികം പേരുണ്ടായിരുന്നില്ല. അപ്പൊ വീട്ടിന്റെ അകത്ത് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് ഇനി വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. അവിടെ തൊട്ടുള്ള ആൾക്കാർ, ആ വീട്ടിലുള്ള ആൾക്കാരുടെ പേരും നമ്പേഴ്സുമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ 7 പേരായെങ്കിലും അവിടെ ഉണ്ടാവും എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടണേ. ഇനി കൂടുതൽ ആൾക്കാരുണ്ടോ എന്നുള്ളത് ആ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂ ആവുമ്പോൾ ഓരോരുത്തരെ രക്ഷിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ബോഡി കിട്ടുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റും. വളരെയധികം നന്ദി ആനന്ദ്. ഈ ഒരു അവസരത്തിൽ ജനം ഡിജിറ്റൽ എഡിറ്റർ ആനന്ദ് ടി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. മാത്രമല്ല അവിടെ എത്ര ജനങ്ങളാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ആനന്ദ് പങ്കുവയ്ക്കുന്നത്. ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. കാരണം ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. എത്ര പേരായിരിക്കും അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന കാര്യത്തിൽ ഇനി മാത്രമേ വ്യക്തത വരികയുള്ളൂ. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകുമ്പോൾ ഗുരുവായൂർ ഏകാദശി വാർത്തകളിലേക്ക്. ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിയതുമായി ബന്ധപ്പെട്ട വലിയധികം വിമർശനങ്ങളാണ് ഉയരുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏകാദശി ദിനത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ അതേ ദിവസം തന്നെ നടത്തണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നു. സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പിയാണ് ഇക്കാര്യം ജനൻ ടിവിയോട് പറഞ്ഞത്. പലരും ചേർന്ന് ഏകാദശി ഉത്സവത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും വിജി തമ്പി ജനൻ ടിവിയോട് പറഞ്ഞു. ക്ഷേത്രങ്ങളെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രമുഖ ചലച്ചിത്ര സംവിധായകനും BHPയുടെ സംസ്ഥാന അധ്യക്ഷനുമായ വിജി തമ്പിയാണ് ഇപ്പോൾ നമ്മുടെ കൂടി ചേരുന്നത്. അതായത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ, ഏകാദശി ദിവസത്തിൽ നടത്തിയിരുന്ന ഉദയാസ്തമന പൂജ മാറ്റിയ ഒരു തീരുമാനത്തിൽ നിന്ന് ദേവസ്വം ഇപ്പോഴും പിറകോട്ട് പോയിട്ടില്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭൂലോക വൈകുണ്ഠനാഥനാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് പിന്നോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. പിന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂന്താനം അല്ലെങ്കിൽ മേൽപ്പത്തൂര്, അതുപോലെ തന്നെ ഈ നാരായണീയം അല്ല പൂന്താനം, മേൽപ്പത്തൂര്, കുറൂരമ്മ, എഴുത്തച്ഛൻ, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ കാലഘട്ടത്തിൻ്റെ ഉദാഹരണമാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉൾപ്പെടെയുള്ള, അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ അവിടെയുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളിലെ നിഷ്ഠയാണ്. അത് ഇപ്പോഴത്തെ തന്ത്രി അദ്ദേഹം തന്നെ ഗുരുവായൂർ മുൻപ് പ്രസിദ്ധീകരിച്ച ഒരു പ്രസിദ്ധീകരണത്തിൽ, അവരുടെ പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം അതിനെപ്പറ്റി വ്യക്തമായിട്ട് എഴുതിയിട്ടുമുണ്ട്. പിന്നെ ഗുരുവായൂരത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുവായൂരത്തെ പൂജകൾ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യ സ്വാമികളാണെന്നുള്ളത് വർഷങ്ങളായിട്ട് നമ്മളെല്ലാം കേട്ടറിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ ഇനിയിപ്പോൾ ചരിത്രമുണ്ടോ രേഖയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുരാണങ്ങൾക്കോ നമ്മുടെ ഇതിഹാസങ്ങൾക്കോ ഒന്നും കൃത്യമായ രേഖകളല്ല. അതെല്ലാം നമ്മുടെ കേട്ടറിവും പറഞ്ഞറിവുമാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശങ്കരാചാര്യ സ്വാമികൾ ഒരു ഏകാദശി സമയത്ത് ഗുരുവായൂരിൽ അദ്ദേഹം ആകാശമാർഗം സഞ്ചരിക്കുമ്പോൾ ഗുരുവായൂരപ്പനെ പൂജിക്കാതെ അല്ലെ അവിടെ ഇറങ്ങാതെ പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പിടിച്ച് താഴേക്ക് ഇട്ടു ഗുരുവായൂരപ്പൻ എന്നാണ് പറയുന്നത്.
അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ ആ വടക്ക് പടിഞ്ഞാറായിട്ടൊരു ദ്വാരം ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് എല്ലാവരും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ദ്വാരത്തിൻ്റെ അവിടെ എത്തുമ്പോൾ എല്ലാ പ്രാവശ്യവും ശിവേലി വരുമ്പോൾ ഭഗവാന്റെ തിടമ്പോടെ നിർത്തും, വാദ്യം നിർത്തും. ആ ശങ്കരാചാര്യരെ ഒരു നിമിഷം വണങ്ങിയിട്ടേ അവിടെ നിന്ന് പിന്നെ മുമ്പോട്ട് പോകാറുള്ളൂ. കാര്യം ആ ശങ്കരാചാര്യ സ്വാമികളാണ് ഗുരുവായൂരത്തെ പൂജകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചിട്ടപ്പെടുത്തിയത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അന്ന് ചിട്ടപ്പെടുത്തിയ ഒരു ആചാരമാണ് ഏകാദശിയിലെ ഉദയാസ്തമന പൂജ. വർഷങ്ങളായിട്ട് ചെറളയും ഗോകുലവുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രം ഏറ്റെടുത്തപ്പോൾ, സാമൂതിരിയിൽ നിന്ന് ഏറ്റെടുത്ത സമയത്താണ് ഗുരുവായൂർ ദേവസ്വം ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തത്. ഇതുവരെ മുടങ്ങാൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ ഒരു രീതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ശബരിമല മണ്ഡലകാലമാണ്, അതൊരു ബുദ്ധിമുട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ വൃശ്ചിക മാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി. ഒരു മാസം എടുത്ത് മാറ്റുന്നൊന്നുമില്ലല്ലോ. നാളെ ശരി, ഞാൻ വൃശ്ചിക മാസത്തിൽ ഗുരുവായൂർ ഏകാദശി വേണ്ട, തിരക്കായതുകൊണ്ട് കന്നിമാസത്തിലേക്ക് ആക്കാം, അങ്ങനെ പറ്റുമോ? ആ ഗുരുവായൂർ ഏകാദശിക്ക് വേറെ എന്തെല്ലാം പ്രത്യേകതകളുണ്ട്. ഗീതോപദേശം നടന്ന ദിവസമാണെന്ന് മാത്രമല്ല, അന്ന് മറ്റു പല കാര്യങ്ങളിലും ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്ന ദിവസമാണ്. ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരപ്പനെ, അതായത് സാക്ഷാൽ ബ്രഹ്മാവ് പൂജിച്ച, സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമി പൂജിച്ച ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ ഗുരുവായൂർ പ്രതിഷ്ഠിച്ച ദിവസമാണ് ഏകാദശി. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്ന ഏകാദശിയാണ്, അല്ലാതെ മറ്റ് ഉത്സവമൊന്നും അല്ല പ്രധാനം. ഈ ഏകാദശി ഉത്സവം മാത്രമേ പണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ഏകാദശി ഉത്സവത്തിനെയാണ് പലരും ചേർന്ന് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്തിനുവേണ്ടി? മറ്റൊന്നിനുമല്ല. ഗുരുവായൂരപ്പൻ ഇപ്പോൾ ഒരു ചൈതന്യമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ ഒരുപാട് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അവരെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റണം, ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റണം. ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ നിന്ന് എങ്ങനെ അകറ്റാൻ പറ്റുക? ക്ഷേത്ര ചൈതന്യമാണ് ഭക്തജനങ്ങളെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. ഒരു ക്ഷേത്രത്തിന് ചൈതന്യമില്ലെങ്കിൽ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരില്ല. നമുക്കൊരു ഫീൽ ഉണ്ടായാലല്ലേ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുള്ളൂ, എന്തിനായാലും. അപ്പോൾ ആ ക്ഷേത്ര ചൈതന്യത്തെ എങ്ങനെയെല്ലാം നശിപ്പിക്കാമെന്ന് ഇവിടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് നിർഭാഗ്യവശാൽ നമുക്കുള്ളത്. ആ സർക്കാരിൻ്റെ ഭാഗമായ ദേവസ്വം ബോർഡാണ് ഇപ്പോൾ ഇങ്ങനെ രീതിയിൽ, പല രീതിയിലും, ശബരിമലയായാലും ഗുരുവായൂരായാലും കൊടുങ്ങല്ലൂരായാലും എല്ലാ ക്ഷേത്രങ്ങളെ എങ്ങനെയെല്ലാം നശിപ്പിക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. അതിൽ ഏറ്റവും സങ്കടകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, തന്ത്രി മുഖ്യൻ, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിനെ ഭഗവാന്റെ സേവകനാണ് തന്ത്രി. ഭഗവാനെ മാത്രം സേവിക്കേണ്ട ആളാണ് തന്ത്രി. ആ തന്ത്രിക്ക് ഇതെന്ത് പറ്റിയെന്നുള്ളതാണ് സംശയം. തന്ത്രി കൊടുത്ത അഫിഡവിറ്റ് ഞാനൊന്ന് കാണാനിടയായി. ആ അഫിഡവിറ്റ് പറഞ്ഞിരിക്കുന്നത് ശങ്കരാചാര്യനും ഗുരുവായൂരുമായിട്ട് ബന്ധം പോലും ഇല്ലെന്ന രീതിയിലാണ്. മാത്രമല്ല, അവിടുത്തെ മേൽശാന്തിമാരും മോദിക്കന്മാരും അവരുടെ പ്രസിദ്ധി വർദ്ധിപ്പിക്കാനാണ് പോലും ഉച്ചപൂജയ്ക്ക് ഇത്രയും വലിയ അലങ്കാരങ്ങൾ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, പല മേൽശാന്തിമാരോട് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ഭഗവാന്റെ ഉഷപൂജയ്ക്കുള്ള അലങ്കാരം ഒഴിച്ച് ബാക്കി ഒരു അലങ്കാരങ്ങളും ആദ്യമേ തീരുമാനിച്ച് ശീലകത്ത് കയറിയാൽ ആ അലങ്കാരം ചാർത്താൻ പറ്റില്ല. ആ രീതിയിൽ ഭഗവാനാണ് ഭഗവാന്റെ അലങ്കാരം തീരുമാനിക്കുന്നത്. അതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, അതിനൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നു. ഇദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആള് ഒരു കള്ളക്കണ്ണനാണ്, കള്ളകൃഷ്ണൻ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എന്തോ ഒരു പുതിയ ലീലയുടെ ആരംഭമായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തായാലും ഭൂലോക വൈകുണ്ഠനാഥനാണ്. ഭഗവാൻ ഇത് മനസ്സിൽ കണ്ടിട്ടുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ നടന്നിരിക്കും. എന്തായാലും ഗുരുവായൂർ ഏകാദശി ഈ പറഞ്ഞ ഡിസംബർ 11-ാം തീയതി വരികയാണ്. അത് സത്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡും തന്ത്രിയും ഉൾപ്പെടെ അത് നടത്തണം. ആ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തണം. ഇല്ലെങ്കിൽ എന്തൊക്കെയോ ദോഷങ്ങളും ദുരന്തങ്ങളും വരാനിരിക്കുന്നു എന്ന് മാത്രം അവരെ ഓർമ്മിപ്പിക്കുന്നു. ഭഗവാനോട് കളിച്ചാൽ കളി പഠിച്ചിരിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്തായാലും ഈ വരുന്ന ഡിസംബർ 11-ന് നൂറ്റാണ്ടുകളായി നടത്തിവരുന്ന ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ നടത്തണമെന്ന് തന്നെയാണ് ഓരോ ഭക്തജനങ്ങളുടെയും ആവശ്യം. അതെ, വിജി തമ്പിയാണ് ശക്തമായിട്ട് ഈ ഗുരുവായൂർ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ പഴയ അവസ്ഥയിൽ തന്നെ പുനഃസ്ഥാപിക്കണമെന്ന് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കണ്ടത്. ഇനി ഗുരുവായൂർ ഏകാദശിക്ക് 9 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ഉദയാസ്തമന പൂജ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസ് നാളെ വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. അതേസമയം ദേവസ്വം നിലപാട് മാറ്റാത്തതിനെതിരെ ഹൈന്ദവ സംഘടനകൾ പ്രക്ഷോഭം കടുപ്പിക്കുകയും ചെയ്തു. ഒരുങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ്, നമ്മളിപ്പോൾ കേട്ടതാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, പ്രമുഖ സംവിധായകൻ കൂടിയായിട്ടുള്ള വിജി തമ്പിയുടെ അഭിപ്രായം നമ്മളിപ്പോൾ നൽകിയതാണ്.
അതോടൊപ്പം തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇനിയും 9 ദിവസം കൂടിയാണ് ഗുരുവായൂർ ഏകാദശിക്ക് അവശേഷിക്കുന്നത്. എന്താണ് ഈ ഉദയാസ്തമന പൂജ പുനഃസ്ഥാപിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ ആനന്ദ്? വിനോദ്, എന്തായാലും ഈ ഏകാദശി ഡിസംബർ 11-നാണ് ഈ വർഷത്തെ ഏകാദശി. 9 ദിവസങ്ങൾ മാത്രമാണ് ഇനി അതിനുവേണ്ടി അവശേഷിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഈ ഗുരുവായൂർ ക്ഷേത്ര നടയിലേക്ക് ഭക്തജന ലക്ഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന്, ഈ ക്ഷേത്രത്തിന്റെ ഈ കവാടത്തിനരികിൽ നിന്ന് കാണുമ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ കൃഷ്ണന്റെ വിഗ്രഹം ഗുരുവായൂരിൽ പ്രതിഷ്ഠിച്ച ദിവസം, അർജുനന് ഗീതോപദേശം കൊടുത്ത ദിവസം, ആ ദിവസമാണ് പൊതുവെ ഗുരുവായൂർ ഏകാദശിയായി നടത്തുന്നത്. അന്ന് തന്നെയാണ് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ഉദയാസ്തമന പൂജ നടത്തുന്നത്. എന്തായാലും ദേവസ്വം അത്തരത്തിലൊരു തീരുമാനമെടുത്തുകൊണ്ട് ആ ഉദയാസ്തമന പൂജ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് ഇതുവരെ പുറകോട്ട് പോകാൻ ദേവസ്വം തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ഈ കേസ് നാളെ കോടതിയുടെ പരിഗണനയിൽ വീണ്ടും എത്തും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഹൈക്കോടതിയുടെ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ ഹിന്ദു സംഘടനകളും പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹിന്ദു ഐക്യവേദിയുടെയും മറ്റ് വിവിധ ഹിന്ദുജന സംഘടനയുടെ നേതൃത്വത്തിലൂടെ ഭക്തജന കൂട്ടായ്മ വെച്ചു. അപ്പോഴെല്ലാം ആ സംഘടനകളെല്ലാം ആവശ്യപ്പെടുന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് യാതൊരു തടസ്സവും കൂടാതെ തന്നെ നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ടാവണം. അത് തന്ത്രിയും ദേവസ്വത്തിനെയും എല്ലാം ഉത്തരവാദിത്തമാണ്. അത്തരത്തിൽ ഈ ആചാരങ്ങളെ മാറ്റിക്കൊണ്ട് ഭക്തജനങ്ങളുടെ സമയക്രമം എന്നുള്ള ഒരു തൊടുന്യായം പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന പൂജ മാറ്റാൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഹൈന്ദവ സംഘടനകളുടെ പ്രഖ്യാപിത നിലപാട്. എന്തായാലും കോടതിയിൽ നിന്ന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ സംഘടനകളും ഉള്ളത്. കഴിഞ്ഞ ദിവസം ക്ഷേത്ര രക്ഷാസമിതി, ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് പരാതി നൽകിയിരുന്നു. മാത്രമല്ല നിരവധി പരാതികൾ ആ തലത്തിലേക്ക് ദേവസ്വത്തിലേക്കും എല്ലാം കൊടുക്കുന്നുണ്ട് ഹിന്ദു സംഘടനകൾ. യാതൊരു കാരണവശാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആചാരങ്ങളെ മാറ്റിക്കൊണ്ടുള്ള ഒരു രീതിയിലേക്ക് അനുവദനീയമല്ല എന്ന് തന്നെയാണ് ക്ഷേത്ര രക്ഷാസമിതി, ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, VHP തുടങ്ങിയിട്ടുള്ള എല്ലാ ഹിന്ദു ഐക്യ സംഘടനകളും ഭക്തജനങ്ങളും ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഏകാദശി. ശ്രീശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ പൂജാവിധികൾ, അനുഷ്ഠാന ക്രമങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു മാറ്റം വരുത്താൻ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അത് തന്ത്രിയായാലും ദേവസ്വമായാലും അതിന് അനുകൂലമായിട്ടുള്ള നിലപാട്, ക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനെ എല്ലാ കാലഘട്ടത്തിലും വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകളായിരിക്കണം തന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതെന്ന് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാര്യങ്ങൾ പറയുന്നുണ്ട്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്തായാലും നാളെ ഈ കേസ് കോടതിയുടെ പരിഗണനയിൽ എത്തുകയാണ്. അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് എല്ലാ ഭക്തജനങ്ങളും എല്ലാ ഹൈന്ദവ സംഘടനകളും പ്രതീക്ഷിക്കുന്നത്. ആനന്ദ്, ഈ ഒരു അവസരത്തിൽ ക്ഷേത്ര രക്ഷാസമിതി അവരുടെ അഭിപ്രായം നമ്മൾ നേരത്തെ കേട്ടതാണ്. പക്ഷേ നാളെ കോടതിയിലേക്ക് ഈ വിഷയം വീണ്ടും വരുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ വീണ്ടും ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഈ ക്ഷേത്ര രക്ഷാസമിതി നമുക്കറിയാം, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വിഷയം മാത്രമല്ല നിരവധി വിഷയങ്ങളിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘടനയാണ് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര രക്ഷാസമിതി എന്ന് പറയുന്നത്. ആ സമിതി ഏതൊരു കാലഘട്ടത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിന് നേരെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ സമയത്തും നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങളോടെ തന്നെ ഈ ക്ഷേത്രത്തിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു സംഘടന തന്നെയാണെന്നാണ് ഭക്തജനങ്ങളുടെ പൊതുവെയുള്ള അഭിപ്രായം. എന്തായാലും അവരും ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. നിയമപരമായിട്ട് പോരാടാൻ തന്നെയാണ് ക്ഷേത്ര രക്ഷാസമിതിയുടെ തീരുമാനം. നാളത്തോടു കൂടി തന്നെ നമുക്കിതിൽ ഏതാണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. കോടതിയിൽ നിന്ന് നാളെ ഒരു വിധി ഉണ്ടായിരിക്കും. അതിനുശേഷം എന്തായാലും കൂടുതൽ പ്രതിനിധികളുമായി രംഗത്ത് വരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ നടക്കിലാണ് ആ ഒരു ഭക്തജനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ആയിരങ്ങൾ രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് ശബരിമല സീസൺ കൂടിയാണ്. അപ്പോൾ ആ ശബരിമല അയ്യപ്പന്മാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അത്തരത്തിലുള്ള തീർത്ഥാടകരും നാട്ടിലെ തീർത്ഥാടകരും എല്ലാം കൂടിക്കൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി പറയുന്ന പോലെ തന്നെ ഭൂലോക വൈകുണ്ഠനാഥന്റെ സന്നിധി ഓരോ ദിവസം കഴിയുന്തോറും ഭക്തജന സാന്ദ്രമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ ഭക്തജനങ്ങൾക്ക് സങ്കടമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ചില തീരുമാനങ്ങളിലേക്ക് ദേവസ്വം എത്തിയിട്ടുള്ളത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ തീരുമാനത്തിൽ നിന്ന് ദേവസ്വം മാറുകയോ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവുകയോ ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ശരിയാണ്. നമുക്ക് ആനന്ദ് ബുദൂരാണ് ഗുരുവായൂരിലെ ഏകാദശിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട നീക്കങ്ങളുമായി മുഖ്യമന്ത്രി തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം വിളിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുന്നത് ഈ മാസം 4-ന്. ഡിസംബർ 9-ന് തദ്ദേശ ഭരണ സമിതികളുടെ യോഗവും
വിളിച്ചിട്ടുണ്ട്. പ്രജിത്ത് മോഹനൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രജിത്ത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി കൃത്യമായ കരുനീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ ചർച്ചാ വിഷയമാവുക? തീർച്ചയായും നമുക്കറിയാം, ഈ അടുത്ത വർഷം ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കോ നിലവിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കാലാവധി പൂർത്തിയാവുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിലും കനത്ത തോൽവി അവർക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി കണക്കിലാക്കിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു യോഗം വിളിച്ചിട്ടുള്ളത് എന്നുള്ള പരാതിയാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത്. ദേവിക, മാത്രവുമല്ല ഭരണവിരുദ്ധ വികാരം അത് കേരളത്തിലെ ജനങ്ങൾക്ക് ശക്തമായി തന്നെ ഉണ്ട്. ആ ഒരു കാര്യം സർക്കാരിനും കൃത്യമായി തന്നെ അറിയാം. ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ വീഴ്ച, ഗുരുതരമായ തെറ്റുകൾ, അത് ജനങ്ങൾ ക്ഷമിക്കാൻ തയ്യാറല്ല. കാരണം അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. കാരണം ഈ സർക്കാർ എന്തിനാണ് ഇങ്ങനെ എന്നൊരു ചോദ്യം പാവപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായ കരുനീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രജിത്ത് മോഹനൻ ചേരും. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പദ്ധതി വിഹിതമൊക്കെ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം പരാതികളുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിരുന്നു. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ വികലമായ സാമ്പത്തിക നയങ്ങളിലേക്ക് തുടർന്ന് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയൊരു സാഹചര്യമുണ്ട്. ആ സമയത്ത് അതിൻ്റെ ഭാരം മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന്. ഇതിന് പിന്നാലെ ഈ പലവിധമായിട്ടുള്ള പദ്ധതി വിഹിതമടക്കമുള്ള ഫണ്ടുകൾ അനുവദിക്കുന്നതിൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകളുണ്ടായി. ഇതിൽ പ്രതിഷേധങ്ങളുണ്ടായി. അപ്പോൾ നേരത്തെ സർക്കാർ ഇത് കാര്യമായി കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു വന്നിരുന്നത്. തദ്ദേശ വകുപ്പ് മന്ത്രി അടക്കം വിളിച്ചിരുന്ന അവലോകന യോഗങ്ങൾ പോലും പ്രഹസനമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇനിയും ഇത്തരം അവഗണന തുടർന്നാൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ CPM-നും ഇടതുമുന്നണിക്കും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ളൊരു തിരിച്ചറിവ് സർക്കാരിനുണ്ട്. ഇതേ തുടർന്നാണ് ഇത്തരം ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. ആദ്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ, അതായത് തദ്ദേശ സ്ഥാപന വകുപ്പുകളുമായി, തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ഈ മാസം 4-നാണ് ഈ യോഗം ചേരുക. അതിൽ പ്രധാനമായും ചർച്ച ചെയ്യുക ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ പ്രശ്നങ്ങൾ. ഇപ്പോൾ പ്ലാൻ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, റോഡ് ഫണ്ട് അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട്, മറ്റ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടുകളുടെയൊക്കെ അലൊക്കേഷൻ, ഇതിനുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യാനാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അതിനുശേഷം തദ്ദേശ സ്ഥാപന മേധാവികൾ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയൊക്കെ യോഗവും മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. അത് ഈ മാസം 9-ാം തീയതിയാണ് ആ യോഗം ചേരുന്നത്. അന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെയുള്ള സാധ്യത യോഗത്തിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മുൻകൂട്ടി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതിന് ശേഷം തദ്ദേശ സ്ഥാപനങ്ങൾ ഉന്നയിക്കാനുള്ള പരാതികളും അതിനുള്ള പരിഹാര നടപടികളും ഒക്കെ ചർച്ച ചെയ്ത ശേഷം തദ്ദേശ സ്ഥാപന ഭരണസമിതികളുടെയൊക്കെ യോഗങ്ങളിലേക്ക് സർക്കാർ പോകുന്നത്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ജനറൽ പർപ്പസ് ഫണ്ട്, റോഡ് വികസന ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട് തുടങ്ങിയിട്ടുള്ള വിവിധ ഫണ്ടുകളുണ്ട്. ഇവയുടെ സിംഹഭാഗവും സർക്കാർ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിനിടെ അനുവദിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷവും സമാനമായ പ്രതിസന്ധി നിന്നിരുന്നു. ഇപ്പോൾ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാരോടൊക്കെ നമ്മൾ സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് ഇപ്പോൾ റോഡ് വികസന ഫണ്ടിൻ്റെയൊക്കെ 1/3 പോലും അനുവദിക്കാത്തൊരു സാഹചര്യമുണ്ട്. പദ്ധതി വിഹിതവുമായിട്ടുള്ള, അതായത് ഈ പ്ലാൻ ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ട്രഷറികളിൽ ബില്ലുകൾ പാസ്സാക്കുന്നതിന് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ക്യൂ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇടുന്നതിനപ്പുറത്തേക്ക്, ബില്ലുകൾ പാസ്സാക്കിയെന്ന് അറിയിക്കുന്നതിനപ്പുറത്തേക്ക് ഈ വരുന്ന ഫണ്ട് പോലും പിന്നീട് വകമാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ അത് കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് പലവിധമായ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഈ പഞ്ചായത്ത് കീഴിലുള്ള ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ചില റോഡുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒപ്പം മറ്റ് ഇപ്പോൾ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, ഇതിലൊന്നും കൃത്യമായി പണം ചെലവഴിക്കാൻ പഞ്ചായത്തുകൾക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ചില ബഡ് സ്കൂളുകൾ പോലെയുള്ള പ്രവർത്തനങ്ങൾ, അവയുടെയൊക്കെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവിടെയുള്ള ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള ഈ സർക്കാർ തന്നെ ഈ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള വീഴ്ചകൾ വരുത്തുന്നതോടുകൂടി ബില്ലുകൾ മാറുന്നത്
കാര്യക്ഷമമായി നടപ്പിലാക്കാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ നിലയ്ക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ സാധാരണക്കാർക്കും വയോജനങ്ങൾക്കും ഗുണകരമാകേണ്ട നിരവധി ചികിത്സാ സഹായം അടക്കമുള്ള പദ്ധതികൾ, അവരുടെ ആരോഗ്യ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധി ചികിത്സാ പദ്ധതികളും ഈ സഹായങ്ങളും ഒക്കെ ഒരു മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാണ്. കാരണം നേരത്തെ ഈ തദ്ദേശ സ്ഥാപനങ്ങളെ സർക്കാർ ഇങ്ങനെ ഞെരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ആ രാഷ്ട്രീയ കക്ഷികളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ മുഴുവൻ പൊതുജനങ്ങളുടെ മുന്നിലുണ്ട്, പ്രാദേശിക തലത്തിലുണ്ട്. സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതാണ് ഇതിന്റെ എല്ലാ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട്. അപ്പോൾ ആ വിഷയങ്ങൾ ഇപ്പോൾ തന്നെ പ്രാദേശിക തലങ്ങളിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരം കാര്യങ്ങൾക്ക് എന്ത് പരിഹാര നടപടി സർക്കാരിന് സ്വീകരിക്കാൻ കഴിയും എന്നൊരു തരത്തിലേക്ക് ചർച്ചകൾ സർക്കാർ കൊണ്ടുപോകുന്നത്. എന്തായാലും വളരെ വൈകിയാണ് ഈ ചർച്ചകൾ നടക്കുന്നതെങ്കിലും കുറച്ച് പ്രതീക്ഷ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ അല്ലെങ്കിൽ അതിന്റെ ഭരണാധികാരികളൊക്കെ വെക്കുന്നുണ്ട്. കാരണം മുടങ്ങിക്കിടക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പണം അനുവദിക്കുമോ, ഫണ്ട് അനുവദിക്കുമോ, നിലവിലുള്ള ഈ ബില്ലുകളുടെ മാറുന്നതിനുള്ള കാലതാമസം മാറുമോ, നിലവിലുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കുമോ എന്നടക്കമുള്ള ഒട്ടനവധി പ്രതീക്ഷകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ യോഗത്തിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളൊരു വ്യക്തതയുണ്ടാകുള്ളൂ. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അതിൽ അനർഹർ കടന്നുകൂടിയിട്ടുള്ള വിഷയങ്ങൾ, ഇതെല്ലാം ഈ യോഗങ്ങളിൽ ചർച്ചയാകും. ഇതിനുള്ള പരിഹാര നടപടികളും ഈ യോഗത്തിൽ ആലോചിക്കപ്പെടും. അതെ, അങ്ങനെ തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം യോഗങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാണ് പ്രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് CPM-ന്റെ ഏരിയ സമ്മേളന വാർത്തകളിലേക്കൊക്കെ വരാം. CPM ഏരിയ സമ്മേളനങ്ങളിൽ നേതാക്കൾക്കെതിരെ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. അഴിമതിയും ബാങ്ക് തട്ടിപ്പും ലൈംഗിക ആരോപണങ്ങളും ഉയർത്തി നവമാധ്യമങ്ങളിലും ചേരിപ്പോര്, പരസ്യ പോർവിളികളും തെരുവിലിറങ്ങിയുള്ള കൂട്ടത്തല്ലും തടയുന്നതിൽ പരാജയപ്പെട്ട് ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾ. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, നമ്മൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടതാണ് CPM-ന്റെ സമ്മേളന കാലമാണ്. അപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ നടന്നു വരുന്നു. കരുനാഗപ്പള്ളിയിൽ പരസ്യമായി വനിതകൾ പ്ലക്കാർഡുമേന്തി പാർട്ടി ഓഫീസിന് മുമ്പിൽ കുത്തിയിരിക്കുന്ന കാഴ്ച, അത്തരം പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. തിരുവല്ലയിൽ നമ്മൾ കണ്ടു. പത്തനംതിട്ട ജില്ലയിൽ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ തട്ടകത്തിൽ വരെ ഏരിയ സമ്മേളനത്തിൽ മത്സരമുണ്ടാകുന്നു. പാലക്കാട് വിമത വിഭാഗം പ്രത്യേക ഓഫീസ് തന്നെ തുറക്കുന്ന സാഹചര്യം. അങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ CPM-ൽ വലിയ പൊട്ടിത്തെറി നടക്കുന്നു. അതിനിടെ CPM-ന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് BJP-യിലെത്തുന്ന സാഹചര്യം. നിലവിൽ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ, അത് പഴയ അവസ്ഥയിലല്ല, പരസ്യമായി തന്നെ ചേരിപ്പോര് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ശാലിനി. വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയത, വിമത നീക്കങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സംസ്ഥാന സമ്മേളനം പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കി വിഭാഗീയതയും ഒപ്പം തന്നെ വിമത നീക്കങ്ങളും മറനീക്കി പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിന്റെ ഉദാഹരണങ്ങളാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ നമ്മൾ കണ്ടത്. ഒരു ഏരിയ സെക്രട്ടറിയെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ, പിന്നീട് വനിതകളടക്കമുള്ള പ്രവർത്തകർ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. രാത്രി വൈകിയും അവിടെ സംസ്ഥാന നേതൃത്വത്തെ സമ്മേളന നഗരിയിലെ വേദിയിൽ പൂട്ടിയിടുന്ന സാഹചര്യത്തിനുള്ള സാക്ഷ്യം വഹിച്ചു രാഷ്ട്രീയ കേരളം. ഒപ്പം തന്നെയാണ് പാലക്കാട് സമാന്തര CPM ഓഫീസ് നിർമ്മിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതും തുറന്നുകൊണ്ട് വലിയ രീതിയിലുള്ള വിഭാഗീയതയിലേക്കും വിമർശനങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കും ഒക്കെ തന്നെ പാലക്കാടിലെ ഒരു വിഭാഗം CPM നേതാക്കൾ കടന്നത്. അതിനുശേഷമാണ് തിരുവല്ല ടൗൺ ഏരിയ സമ്മേളനത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം ജില്ലയിലും ആ വിഭാഗീയത മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി രണ്ടായി പിരിയുകയും മംഗലപുരം ഏരിയ കമ്മിറ്റിയും മറ്റൊരു ഏരിയ കമ്മിറ്റി രൂപം കൊള്ളുകയും ചെയ്തത്. അവിടെയാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റിയിലെ പുതിയ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളും വിമർശനങ്ങളും ഉയരുന്നത്. നിലവിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി പാർട്ടി വിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏരിയ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പാർട്ടി മധുവിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ നൽകുന്ന ഒരു സാഹചര്യം. അതിനിടയിൽ ഇന്ന് വി ജോയി അടക്കമുള്ള ജില്ലാ സെക്രട്ടറി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് മധു മുല്ലശ്ശേരി പാർട്ടിക്ക് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റ് മുന്നണികൾ ഇദ്ദേഹവുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനി ഏത് രാഷ്ട്രീയ കക്ഷിക്കൊപ്പം മധു മുല്ലശ്ശേരി ചേരുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ
സംസ്ഥാന വ്യാപകമായി CPM-നുള്ളിലെ തർക്കങ്ങൾ, വിമത നീക്കങ്ങൾ, വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ അത് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഫെബ്രുവരിയിലടക്കം സംസ്ഥാന സമ്മേളനവും പാർട്ടി കോൺഗ്രസും ഒക്കെ നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള CPM പ്രവർത്തകർക്കിടയിൽ തമ്മിത്തല്ല് അത് പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നിലവിൽ പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം ജില്ലയിൽ സന്ദർശനം നടത്തി പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തി. തൊട്ടു പിന്നാലെ പത്തനംതിട്ട ജില്ലയിലെത്തി അവിടുത്തെ പ്രശ്നങ്ങൾ കടിഞ്ഞാനിടാനുള്ള ശ്രമം നടത്തി. പക്ഷേ അടിയന്തരമായ ഒരു നടപടി ഇപ്പോൾ വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ് സംസ്ഥാന നേതൃത്വം സ്വീകരിക്കുന്നത്. പകരം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മതി അത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് പാർട്ടി ഔദ്യോഗിക നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇനിയും കൂടുതൽ ഏരിയ സമ്മേളനങ്ങൾ നടക്കാനുണ്ട്. ഇന്ന് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ കമ്മിറ്റി കൂടിയ വഞ്ചൂർ ഏരിയ കമ്മിറ്റി ഏരിയ സമ്മേളനം അടക്കം നടക്കാനിരിക്കുന്ന സാഹചര്യം, അവിടെയും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് വരുന്നത്. പ്രത്യേകിച്ച് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ജോയ്ക്കെതിരെ കടുത്ത നിലപാടിലേക്കും പ്രതിഷേധത്തിലേക്കും ഒക്കെ തന്നെ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകർ കടക്കുകയാണ്. അതിനെങ്ങനെ സംസ്ഥാന നേതൃത്വം നോക്കിക്കാണും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം പണ്ട് ആലപ്പുഴയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന വിഭാഗീയതയും വിമത നീക്കങ്ങളും ഒക്കെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന സമ്മേളനത്തിന് മുമ്പ് തന്നെ CPM-ൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. വിനോദ്. യെസ്, അത് തന്നെയാണ്. കരുനാഗപ്പള്ളിയിൽ തുടങ്ങി പത്തനംതിട്ടയിലേക്ക് എത്തി തിരുവനന്തപുരം, മംഗലപുരം വരെ എത്തി നിൽക്കുകയാണ് CPM സമ്മേളനങ്ങളിലെ പൊട്ടിത്തെറി എന്ന് വേണം പറയാം. സംസ്ഥാനത്തുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ ഓടി നടന്ന് പ്രശ്നപരിഹാരം നടത്തുകയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ശാലിനിയാണ് വിശദ വിവരങ്ങൾ നൽകിയത്. വളപട്ടണം കവർച്ച കേസിൽ അഷ്റഫിന്റെ അയൽവാസി ലിജീഷ് പോലീസ് കസ്റ്റഡിയിൽ. പണവും സ്വർണവും പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. കവർച്ച നടന്ന വീടുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ലജീഷ്. കഴിഞ്ഞ മാസം 20-നായിരുന്നു അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത്. 1 കോടി രൂപയും 300 പവനുമാണ് കിടപ്പുമുറിയിലെ ലോക്കർ തകർത്ത് മോഷ്ടിച്ചത്. മിഥുൻ പിള്ള അവിടെ നിന്ന് ചേർന്നുണ്ട്. മിഥുൻ, നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കവർച്ച നടന്ന വീട്ടിലെ കുടുംബവുമായി ഏറെ ബന്ധമുള്ള ഒരാളായിരുന്നു അയൽവാസി ലജീഷ്. ഇപ്പോൾ അയാളുടെ വീട്ടിൽ നിന്നും കളവ് പോയ സ്വർണവും പണവും അടക്കം ലഭിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. തീർച്ചയായും ദേവിക, വളപട്ടണം കവർച്ച കേസിലെ പ്രതി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ കുടുംബവുമായി അടുത്ത ബന്ധവും ഈ വീടിന് തൊട്ടടുത്ത് താമസിക്കുകയും ചെയ്യുന്ന ലിജീഷ് എന്ന ഈ അഷ്റഫിന്റെ കുടുംബ സുഹൃത്തു കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കവർച്ച നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ കുടുംബത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആളുകൾ തന്നെയാണ് ഇതിന് പിന്നിലെന്ന സംശയം പോലീസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. ആ ഇടയ്ക്കാണ് ഈ ലിജീഷ് എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോലീസിനൊരു സംശയം തോന്നിയത്. അത് പോലീസ് ഫോൺ കോൾ റെക്കോർഡ് അടക്കം പരിശോധിച്ച് നിന്നാണ് ഇത്തരമൊരു സംശയം പോലീസിനെ സംബന്ധിച്ചുണ്ടായത്. മാത്രമല്ല ദൃശ്യത്തിൽ കണ്ട, അതായത് CCTV ദൃശ്യത്തിൽ കണ്ട ആൾക്ക് ഇത്തരത്തിൽ ഈ ലിജീഷുമായി വലിയ സാമ്യമുണ്ടായിരുന്നു. അത് തന്നെയാണ് പോലീസിലെ ഈ ഒരു ലിജീഷിലേക്ക് തന്നെ ഒരു സംശയമുന നീടാൻ പ്രധാനപ്പെട്ട കാരണമായത്. തുടർന്ന് പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കായി ലിജീഷിന്റെ ഫോൺ കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. തുടർന്ന് ഫോൺ പരിശോധിച്ചിൽ നിന്ന് ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ലിജീഷിന്റെ പങ്ക് വ്യക്തമാകുന്ന ഒരു സാഹചര്യമായിരുന്നു. തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി ഫോൺ തിരികെ നൽകാമെന്ന് പറഞ്ഞ് ലിജീഷിനെ പോലീസ് വിളിച്ചു വരുത്തുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. നമുക്കറിയാം, ഇക്കഴിഞ്ഞ 20-ാം തീയതിയാണ് ഈ ഒരു മോഷണം നടന്നത്. കാരണം 19-ാം തീയതി വീട്ടുടമയായ അഷ്റഫും കുടുംബവും തമിഴ്നാട്ടിൽ ഒരു കല്യാണം കൂടാൻ വേണ്ടി പോയിരുന്നു. ആ സമയത്താണ്, അതായത് 19-ാം തീയതി കല്യാണം കൂടാൻ പോയി 20-ാം തീയതി പുലർച്ചയ്ക്കാണ് ഈ വീട്ടിൽ മോഷണം നടക്കുന്നത്. പിൻഭാഗത്തെ ജനൽ കമ്പി തകർത്ത് വീട്ടിനുള്ളിൽ കയറി ഏതാണ്ട് 1 കോടി രൂപയും 300 പവനുമാണ് ആ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത്. തുടർന്ന് ഈ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ളൊരു ശ്രമം ഈ ലിജീഷിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ മോഷണം നടന്നതിന് തൊട്ട് പിന്നാലെ അയൽവാസി തന്നെ മിസ്സിംഗ് ആയി കഴിഞ്ഞാൽ അത് അന്വേഷണം നേരിട്ട് ഈ ലിജീഷിലേക്ക് എത്താനുള്ളൊരു സാധ്യത തന്നെയാണ് തെളിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിനുള്ളിലെ കട്ടിലിന്റെ അടിയിൽ പ്രത്യേക അറയുണ്ടാക്കി മോഷണം നടത്തിയ സ്വർണവും പണവും ഒക്കെ അതിനടിയിൽ സൂക്ഷിക്കുകയായിരുന്നു ലിജീഷ് ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസം ഈ ചോദ്യം ചെയ്യലിൽ ലിജീഷ് കുറ്റമൊക്കെ സമ്മതിക്കുകയും തുടർന്ന്
വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയതിൽ നിന്നാണ് കട്ടിലിനടിയിലെ പ്രത്യേക അറയിൽ സൂക്ഷിച്ച 1 കോടി രൂപയും 300 പവനും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ വിദേശത്തായിരുന്നു ഈ ലിജീഷ് എന്ന് പറയുന്ന വ്യക്തി. നാട്ടിൽ വന്ന് ഒരു വെൽഡിംഗ് ഷോപ്പൊക്കെ നടത്തിക്കൊണ്ട് വരികയായിരുന്നു. നാട്ടിൽ വന്ന സമയത്ത് ഇയാൾ കീച്ചേരിയിലൊരു വീട്ടിൽ മോഷണം നടത്തിയതായി പറയുന്നുണ്ട്. എന്നാൽ ആ വീട്ടിൽ നിന്ന് കാര്യമായൊന്നും മോഷണം പോകാത്തത് കൊണ്ട് വീട്ടുകാർ പരാതി നൽകിയിരുന്നില്ല. ഇന്നലത്തെ ചോദ്യം ചെയ്യലിലാണ് ഈ മോഷണത്തെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി അയാൾ പുറത്തു പറഞ്ഞത്. ഏതായാലും പ്രതി ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. 10 മണിയോടുകൂടി കണ്ണൂർ റൂറൽ SP മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദേവിക. ശരി, സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം റിപ്പോർട്ട് നൽകിയത് മിഥുൻ പിള്ള. സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച കിഫ്ബി ബോർഡിന് വേണ്ടിയുള്ള ധനസഹായം സംസ്ഥാന സർക്കാർ നിർത്തലാക്കി. പണം അനുവദിക്കാതെ ആയതോടെ മുൻ ഒന്നാം ഇടത് സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച പദ്ധതികൾ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയുന്നുമില്ല. പദ്ധതികളുടെ നടത്തിപ്പിനായി കിഫ്ബി ബോർഡിൽ അവശേഷിക്കുന്നത് 4000 കോടിയിൽ താഴെ രൂപ മാത്രം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നമുക്കറിയാം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് കിഫ്ബി പദ്ധതികൾക്ക് രൂപം ഉണ്ടാവുന്നത്. അത് അന്നത്തെ ധനകാര്യമന്ത്രിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയായിരുന്നു. സ്വപ്ന പദ്ധതി മാത്രമല്ല, കിഫ്ബിക്ക് ലഭിക്കുന്ന ഫണ്ടിനെ സംബന്ധിച്ച്, അതിൻ്റെ ഓഡിറ്റിനെ സംബന്ധിച്ച് ഒക്കെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. എന്തായാലും രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ KN ബാലഗോപാൽ ധനകാര്യമന്ത്രിയായി വന്നതിന് ശേഷമാണ് കിഫ്ബി ബോർഡ് അല്ലെങ്കിൽ കിഫ്ബി സംവിധാനം തന്നെ പാടെ അത് നിർത്തലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ബജറ്റിൽ പോലും കിഫ്ബിയെ പറ്റി പരാമർശമില്ലാതെ വന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ കിഫ്ബി പദ്ധതിയിൽ പണം അനുവദിക്കുന്നില്ല, ആ പദ്ധതികൾ മുടങ്ങുന്ന ഒരു സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ പ്രശാന്ത്. വിനോദ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന സമയത്താണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റുമായി അതിന് ധനസം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ കിഫ്ബി ബോർഡ് രൂപീകരിക്കുന്നതും അതിലേക്ക് പണം അതിൽ നിന്ന് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിന് തുടക്കം കുറിക്കുന്നത്, ആ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് വളരെ അഭിമാനപുരസ്സരമായിരുന്നു അന്ന് തോമസ് ഐസക്കും ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞത്. പിണറായി സർക്കാരടക്കം പറഞ്ഞത് ആ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിരവധി പദ്ധതികൾ കിഫ്ബി വഴി നടപ്പിലാക്കുകയും അതിന് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്തു. അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ കിഫ്ബിക്ക് പണം അനുവദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും പാടെ കിഫ്ബിയെ അവഗണിക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇനി കരുതൽ ധനമായിട്ട് കിഫ്ബിയുടെ കയ്യിലുള്ളത് 4000 കോടി മാത്രമാണ്. മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതടക്കം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ പോലും അതിന് ചെലവഴിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധിയും കിഫ്ബിക്ക് വന്നുവെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല പല കോൺട്രാക്ടർമാരുമായി കിഫ്ബിയും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു. നേരത്തെ ചെയ്ത വർക്കുകളുടെ അടക്കം പണം നൽകുന്നതിനും അല്ലെങ്കിൽ ബില്ലുകൾ മാറുന്നതിനടക്കം കാലതാമസം നേരിടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ബില്ലുകൾ മാറുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും ഈ 500 കോടിയിലധികം ഇത്തരത്തിൽ തുക ഉണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. എന്തായാലും കടുത്ത പ്രതിസന്ധി തന്നെയാണ് ഈ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലമാകുമ്പോഴേക്കും പൂർണ്ണമായും കിഫ്ബിയെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കരുതൽ ധനം ഇനി 4000 കോടി മാത്രമാണ് കിഫ്ബിക്കുള്ളത്. മറ്റ് പ്രതിസന്ധിയിലേക്ക് എന്ന് പറയുമ്പോൾ, അതായത് നേരത്തെ തന്നെ ഇതിനകത്ത് ഉയർന്നു വന്നൊരു വാദം എന്ന് പറഞ്ഞാൽ അത് ഈ കിഫ്ബിക്ക് പണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഈ ബജറ്റിന് പുറത്തുനിന്ന് കണ്ടെത്തുന്നതും ഓഡിറ്റിന് വിധേയമാകുന്ന കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ വലിയ വിവാദമായിരുന്നു. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ സർക്കാരിന്റെ കടമെടുപ്പ് പരിധി കൂടി ഇത് കിഫ്ബി കൂടി ഉൾപ്പെട്ടതാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുകൊണ്ട് തന്നെ സർക്കാർ നേരത്തെ തന്നെ പല പദ്ധതികൾക്കായി കടം എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഈ കടമെടുപ്പ് പരിധിയിൽ കിഫ്ബി കൂടി വരുന്നതോടെ കിഫ്ബിക്ക് മാത്രമായിട്ടൊരു തുക അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യം കൂടി വരികയും ചെയ്തു. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി രൂപപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരുന്നത്. എന്തായാലും ഈ രണ്ടാം പിണറായി സർക്കാർ അഭിമാന പുരസ്കാരം കൊണ്ടുവന്ന പദ്ധതി തന്നെ പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ അത് ഇല്ലാതാകുന്നൊരു കാഴ്ചയും കൂടിയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കിഫ്ബി നിർത്തലാക്കിയതിന് പിന്നാലെ ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ. പെൻഷൻ തട്ടിപ്പിലെ സർക്കാർ നടപടികളിൽ മെല്ലെ പോക്ക്, തട്ടിപ്പിൽ കർശന നടപടിയിലേക്ക് പോകേണ്ടെന്ന ധാരണ. തട്ടിപ്പ് നടത്തിയവരിൽ ഭൂരിപക്ഷവും ഇടത് സർവീസ് സംഘടനാ പ്രവർത്തകരാണ്. ഉദ്യോഗസ്ഥരെ നാണം കെടുത്തുന്ന സമീപനം സ്വീകരിച്ചാൽ സർവീസ് വോട്ടിലടക്കം തിരിച്ചടി നേരിടുമെന്നും മുന്നറിയിപ്പ്. സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമാക്കി ഇടത് സർവീസ് സംഘടനകൾ. ശാലിനി ചേർന്നുണ്ട്. ശാലിനി, നമുക്കറിയാം ഈ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഈ അനർഹരായ വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കി. പക്ഷേ ഇവർക്കെതിരെയുള്ള നടപടി എത്തരത്തിലായിരിക്കും സ്വീകരിക്കുക എന്ന കാര്യത്തിൽ ആദ്യം തന്നെ നമ്മൾ ആശങ്ക അറിയിച്ചിരുന്നു. കാരണം
ഇടത് അനുകൂലികളാണ് കൂടുതലും ഇതിൽ ഉള്ളത്, അല്ലെങ്കിൽ ഇടത് സംഘടനാ പ്രവർത്തകരാണ് ഇതിൽ കൂടുതലും ഉള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു മെല്ലപ്പോക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് പിണറായി സർക്കാരിൻ്റെ ഒരു ലക്ഷ്യം, അല്ലാതെ ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണല്ലേ? ദേവിക, അത് തന്നെയാണ്. കാരണം ഈ വാർത്തകൾ പുറത്തു വന്നു, കണക്കുകൾ പുറത്തു വന്നിട്ട് ദിവസങ്ങൾ പിന്നിടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഔദ്യോഗികമായി ഈ പെൻഷൻ വിഷയത്തിൽ ചർച്ച നടന്നത്, യോഗം ചേർന്നത്. യോഗത്തിൽ മുഖ്യമന്ത്രി എടുത്ത തീരുമാനം എന്നുള്ളത് കർശന നടപടി ഉണ്ടാകും, ആര് ആണെന്നുള്ള പരിഗണന സർക്കാർ നടത്തില്ല. ഇത്തരത്തിൽ അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ കയ്യിൽ നിന്ന് പെൻഷൻ തിരികെ പിടിക്കും, ഒപ്പം തന്നെ അവരുടെ സർവീസ് കരിയറിനെ അത് കാര്യമായി ബാധിക്കുമെന്നുള്ള ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ഈ യോഗത്തിന് ശേഷം വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷെ കാര്യമായ നടപടികൾ ഒന്നും തന്നെ സർക്കാർ തലത്തിൽ ഈ ഘട്ടത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഗസ്റ്റഡ് റാങ്കിൽ അടക്കമുള്ള ആഡംബര വാഹനങ്ങളുള്ള ഏകദേശം 1458-ലധികം ആളുകളുടെ പേര് വിവരങ്ങളാണ് സർക്കാരിന് മുൻപിലുള്ളത്. മുൻ വർഷങ്ങളിലും, അതായത് തോമസ് ഐസക് ഇത്തരത്തിൽ ധനമന്ത്രിയായിരുന്ന സമയത്തും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് മസ്റ്ററിംഗ് ഒക്കെ നടത്തി ഇത്തരത്തിൽ 5000-ലധികം പേരാണ് അനധികൃതമായി ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. പിന്നീട് പൊതുമധ്യത്തിൽ അവരെ അപമാനിക്കേണ്ട കാര്യമില്ല, നടപടി എടുക്കേണ്ട കാര്യമില്ല, പണം തിരികെ പിടിക്കാം, അതേപോലെ തന്നെ ആനുകൂല്യങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു അന്ന് ഇടത് സർക്കാർ എടുത്ത തീരുമാനം. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരും സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സാധാരണ പെൻഷൻ വാങ്ങുന്ന ആളുകൾ, സാമൂഹ്യക്ഷേമ പെൻഷനും വിധവാ പെൻഷനും അടക്കം വാങ്ങുന്ന സാധാരണക്കാർക്ക് മാസങ്ങളായി പെൻഷൻ മുടങ്ങിക്കിടക്കുമ്പോഴാണ് കോടികൾ ഖജനാവിൽ നിന്ന് ഇത്തരത്തിൽ അനധികൃതമായി സർക്കാർ ജീവനക്കാർ തന്നെ കൈപ്പറ്റുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അത് കണ്ടെത്തി ലിസ്റ്റുകളടക്കം വിവിധ വകുപ്പുകളിൽ നിന്ന് സർക്കാർ ശേഖരിച്ചു. അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് പറയുമ്പോഴും യാതൊരു രീതിയിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല. ഇടത് സർവീസ് സംഘടനകളെ പിടിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അവരെ ഭയന്നുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ നടപടികൾ ഇഴക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സർവീസ് സംഘടനാ വോട്ടുകൾ ഇവിടെ ബാധകമാകും, ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിലടക്കം ഇത് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ സർക്കാരിനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തോട് പ്രതികരിച്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ സ്വീകരിച്ചും ഒരു മൃദു സമീപനമാണ് എന്നുള്ളതാണ്. കാരണം അവർ കുറ്റം ചെയ്തിട്ടില്ല, അവർ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകൾ വാങ്ങി, പക്ഷേ അതിന് കയറിയതിനു ശേഷം അത് അറിയാതെ പോയി എന്നൊക്കെയുള്ള ചില മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവനക്കാരെ സംരക്ഷിക്കാൻ ഒരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ തലത്തിലും CPM-ഉം സ്വീകരിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നടപടികൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. കാര്യമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടത് സർവീസ് സംഘടനകളെ സർക്കാർ ഭയക്കുന്നു, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഭയക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഈ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയവർക്കെതിരെ ഇടത് സംഘടനകളിൽപ്പെട്ടവർ, അല്ലെങ്കിൽ ഇടത് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ, ആഡംബര കാർ അടക്കമുള്ളവർ ഈ ഒരു പട്ടികയിലുണ്ട് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു സർക്കാരിൻ്റെ സമീപനമാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. കാരണം ഒരു മെല്ലപ്പോക്ക് സമീപനമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന ഒറ്റ ലക്ഷ്യം തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനോദ്, ഗിനിയിൽ നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 100ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇരു ടീമുകളുടെയും ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പ്രസിഡന്റിനെ ആദരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച മത്സരത്തിനിടെയാണ് ദുരന്തമുണ്ടായത്. വിവരങ്ങളുമായി നിഖിൽ എം കുമാർ ചേരുന്നു. നിഖിൽ, ഇത്തരത്തിൽ ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തെല്ലാമാണ് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിൽ ഉണ്ടായ സംഭവം? ഫുട്ബോൾ മത്സരത്തിനിടെ ആ മത്സരത്തിനിടെ കാണികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്, കൂടുതൽ വിവരങ്ങൾ. വിനോദയെ, പ്രസിഡന്റ് മാമാദി ദൗംബയെ ആദരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച മത്സരത്തിനിടെയായിരുന്നു ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. റഫറിയുടെ ഒരു തീരുമാനമാണ് അക്രമ സംഭവങ്ങൾക്ക് വഴിവെച്ചത്. ഇതിനെ തുടർന്ന് ഇരു ടീമുകളുടെയും ആരാധകർ ഗ്രൗണ്ട് കയ്യേറുന്ന ഒരു കാഴ്ചയിലേക്ക് നീങ്ങുകയായിരുന്നു. ഇരു ടീമിന്റെ ആരാധകർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി അക്രമം അഴിച്ചുവിടുകയായിരുന്നു. അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അത് പിന്നീട് തെരുവിലേക്ക് വ്യാപിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോയത്. അക്രമികൾ അവിടുത്തെ നഗരമായ എസരക്കോരയിലെ പോലീസ് സ്റ്റേഷന് തീയിട്ടു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. വാർത്താ ഏജൻസിയായ AFP-യുടെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 100ഓളം പേർ അവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്
AFPയോട് ചില ഡോക്ടർമാർ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ 100ഓളം ആളുകൾ മരിച്ചു വീണിട്ടുണ്ട്. അവിടുത്തെ പല ആശുപത്രിയുടെ പുറത്തും മൃതദേഹ ശരീരങ്ങൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. വഴിനീളെ മൃതശരീരങ്ങൾ കിടക്കുന്നു എന്ന വിവരവും അവിടുന്ന് പുറത്തു വരുന്നുണ്ട്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അവിടെ നിന്നുള്ളത് എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള AFP വാർത്താ ഏജൻസി നൽകുന്ന വിവരങ്ങൾ. ഇത് മറ്റൊരു കാര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ 2021 നിലവിലെ ആൽഫ കോണ്ടയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ദൗംബയ ഭരണം പിടിച്ചെടുക്കുന്നത്. അവിടെ അടുത്തു തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തന്റെ ഭരണം നിലനിർത്തുക അല്ലെങ്കിൽ തുടർ ഭരണത്തിന് വേണ്ടി ഭരണം നിലനിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ദൗംബയ ഇത്തരത്തിലുള്ള ഒരു ടൂർണമെന്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരം ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ച് വരികയായിരുന്നു. എന്തായാലും ഈ അക്രമ സംഭവങ്ങളിൽ എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെ. 100ഓളം പേർ നിലവിൽ ഈ മരണം സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകളൊന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഈ AFP വാർത്താ ഏജൻസി പുറത്തുവിടുന്ന റിപ്പോർട്ട്. ചില ഡോക്ടർമാരെ ഉദ്ധരിച്ചുകൊണ്ടാണ് പ്രതികരണം AFP ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. AFPയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണെങ്കിൽ ചില ഡോക്ടർമാർ 100ന് മുകളിൽ മരണങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മറ്റു ചില ഡോക്ടർമാർ 100ഓളം മരണങ്ങൾ, ഡസൻ കണക്കിന് ആളുകൾ വഴിനീളെ മരിച്ചു കിടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. എന്തായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ എന്തായാലും വരും മണിക്കൂറുകളിൽ വരുമെന്നാണ് വിനോദ പ്രതീക്ഷിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് തന്നെയാണ് നിഖിൽ കുമാർ പങ്കുവച്ചത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ 100ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. ഇരു ടീമുകളുടെയും ആരാധകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പ്രസിഡന്റിനെ ആദരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ച മത്സരത്തിനിടെയാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും പ്രതീക്ഷിക്കും. മറ്റു വാർത്തകളിലേക്ക് കൂടി കടക്കുമ്പോൾ കേരളത്തിൽ നിലവാരമില്ലാത്ത സ്വകാര്യ ലാബുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം സർക്കാർ ലാബുകളിലെ സൗകര്യമില്ലായ്മ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MRI മെഷീന് 13 വർഷത്തെ കാലപ്പഴക്കം. മെഷീൻ ഏത് നിമിഷവും പ്രവർത്തനം നിലയ്ക്കുമെന്ന് അധികൃതർ തന്നെ തുറന്നു സമ്മതിക്കുന്ന രേഖകൾ ജനം ടിവിക്ക്. സംസ്ഥാനത്ത് നിലവാരമില്ലാത്ത സ്വകാര്യ ലാബുകളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുകയാണ്. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ അസാധാരണ വൈകല്യങ്ങൾ ഗർഭാവസ്ഥയിൽ കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയ ലാബുകളുടെ ലൈസൻസ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. സ്വകാര്യ ലാബുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം സർക്കാർ ലാബുകളിലെ സൗകര്യമില്ലായ്മ തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MRI മെഷീന് 13 വർഷത്തെ കാലപ്പഴക്കമാണുള്ളത്. മെഷീൻ ഏത് നിമിഷവും പ്രവർത്തനം നിലയ്ക്കുമെന്ന ആശുപത്രി വികസന സമിതി യോഗത്തിൽ സെക്രട്ടറി തന്നെ തുറന്നു സമ്മതിക്കുന്ന രേഖകളാണിത്. തുടർച്ചയായി MRI മെഷീൻ പ്രവർത്തനരഹിതമാകുന്നത് വഴി ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നതെന്നും ഇതുവഴി ചില ഉദ്യോഗസ്ഥർ സാമ്പത്തിക തിരിമറി നടത്തുന്നുവെന്നും പരാതിയുണ്ട്. ഓരോ മാസവും പണി മുടക്കുമ്പോൾ അതിന് 50 ലക്ഷം, 25 ലക്ഷം, 75 ലക്ഷം രൂപയാണ് മെയിൻ്റനൻസിന് വേണ്ടി ചിലവഴിക്കുന്നത്. അത് ആശുപത്രി വികസന സമിതിയിലെ പണമാണ്. ഇത് എല്ലാ മാസവും കൃത്യമായി പണി മുടക്കേണ്ടത് ചില ഉദ്യോഗസ്ഥരുടെ ആവശ്യമാണ്. കാര്യം ആ പണിമുടക്കിലൂടെ മിഷൻ പണിമുടക്കുന്നതിലോടുകൂടി ഇതിൻ്റെ സാമ്പത്തിക ലാഭം കുറേ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാവുകയാണ്. ഈ കമ്പനിയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവഹിതമായ ചില ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, അങ്ങനെ ഇത് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ കൂടി ഒരു കാരണമായി തീരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 1000-ലധികം പേർ പ്രതിദിനം ചികിത്സയ്ക്കെത്തുന്ന SITയിൽ റേഡിയോളജി വിഭാഗം പോലുമില്ല. സംസ്ഥാനത്തെ മറ്റ് സർക്കാർ ആശുപത്രികളുടെ സാഹചര്യവും വ്യത്യസ്തമല്ല. സ്വകാര്യ ലാബുകൾ സംസ്ഥാനത്ത് കൂണുകൾ പോലെ മുളച്ചു പൊന്തുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാർ ആശുപത്രികളിലെ ലാബുകളിൽ അതിന് സൗകര്യമില്ല എന്നത് തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ MRI മെഷീന്റെ പഴക്കം 13 വർഷത്തിലധികമാണ്. അടിയന്തരമായ നടപടിയാണ് സർക്കാർ ഈ വിഷയത്തിൽ കൈക്കൊള്ളേണ്ടത്. ക്യാമറമാൻ വിവേകിനൊപ്പം തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തിക, ജനം. നമുക്ക് കായിക വാർത്തയിലേക്ക് ഒന്ന് പോകാം. ലോക ചെസ്
ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ഡി ഗുഗേഷും നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനും തമ്മിലുള്ള 6ാം ഗെയിമും സമനിലയിൽ. ചാമ്പ്യൻഷിപ്പിലെ തുടർച്ചയായ 3ാം സമനിലയാണിത്. 8 ഗെയിമുകൾ ശേഷിക്കെ ഇരുവർക്കും 3 വീതം പോയിന്റാണുള്ളത്. ആദ്യം 7.5 പോയിന്റ് നേടുന്ന താരമാണ് ചാമ്പ്യനാവുക. ആദ്യ ഗെയിമിൽ ലിറനും 3ാം ഗെയിമിൽ ഗുഗേഷും ജയം സ്വന്തമാക്കിയിരുന്നു. പുത്തൻപുലരിയുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് കാണാം. നമസ്തേ.